പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, സിദ്ധാർത്ഥി എന്ന പേരുള്ള ഒരു മനുഷ്യൻ, ആ മനുഷ്യൻ പലരാലും ആദരിക്കപ്പെടുകയാണ്, പലരാലും അംഗീകരിക്കപ്പെടുകയാണ്, പലരാലും ആരാധിക്കപ്പെടുകയാണ്. സിദ്ധാർത്ഥി എന്ന പേരുള്ള പുണ്യപുരുഷൻ, ആ പുണ്യപുരുഷനെ എല്ലാവരും ബഹുമാനിക്കുകയും എല്ലാവരും തൊഴുകൈകളോടെ നോക്കിക്കാണുകയും അദ്ദേഹത്തിന്റെ മുമ്പിൽ തലകുമ്പിടുകയും സാഷ്ടാംഗം ചെയ്യുകയും ഓച്ചാനിച്ചു നിൽക്കുകയും പ്രണമിക്കുകയും ഒക്കെ ചെയ്യുന്ന സിദ്ധാർത്ഥി എന്ന പേരുള്ള ഒരു മനുഷ്യൻ. ആ മനുഷ്യന്റെ മുമ്പിൽ ഒരു ദിവസം ഒരു കറുത്ത ഗ്രാമീണയായ പെണ്ണ് കഴുത്തിൽ ഒരു തോറത്തിങ്ങനെ തൂക്കിയിട്ട് അതിന്റെ ഉള്ളിൽ ഒരു കുഞ്ഞിനെ കിടത്തിയിട്ട് സിദ്ധാർത്ഥിന്റെ മുമ്പിൽ എത്തുകയാണ്. സിദ്ധാർത്ഥിന്റെ മുമ്പിൽ വന്നിട്ട് ആ പെണ്ണു പറഞ്ഞു, അല്ലയോ മഹാത്മാവേ, പുണ്യാത്മാവേ, എന്റെ മകൻ മരിച്ചിട്ട് ഒരാഴ്ച കഴിഞ്ഞു. ആ മകന്റെ ബോഡിയാണ് ഞാൻ ഈ തോറത്തിൽ, ഈ മുണ്ടിൽ, ഈ തുണിയിൽ ഞാൻ എന്റെ കഴുത്തിൽ ചുറ്റിയിട്ടിരിക്കുന്നത്. എന്റെ മകന് ജീവൻ തിരിച്ചു തരാൻ അങ്ങ് കനിയണം, എന്റെ മകന്റെ ജീവൻ അങ്ങ് മടക്കി തരണം. ആ സമയത്ത് സിദ്ധാർത്ഥ് ഒരു നിമിഷം പകച്ചുപോയി, ഒരു നിമിഷം സ്തംഭിച്ചുപോയി. സിദ്ധാർത്ഥ് ആ ഗ്രാമീണയായ സ്ത്രീയോട് പറഞ്ഞത്, അല്ലയോ സഹോദരി, നിങ്ങളുടെ മകന്റെ ജീവൻ ഞാൻ മടക്കി തരാം, പക്ഷെ എനിക്ക് ഒരു കാര്യം, ഒരു സാധനം, ഒരു വസ്തു ആവശ്യമാണ്. അതിന് എന്താണ് വേണ്ടത്? ആകാശത്തിന്റെ ചുവട്ടില്, ഭൂമിയുടെ മുകളിൽ എന്തു വേണമെങ്കിലും ഞാൻ നേടിത്തരാം, എന്റെ മകന്റെ ജീവൻ എനിക്ക് മടക്കി തരണം. ആ സന്ദർഭത്തിൽ സിദ്ധാർത്ഥ് പറഞ്ഞത്, പ്രയാസമൊന്നുമില്ല, കുറച്ച് കടുക് തന്നാൽ മതി, കുറച്ച് കടുക്, ആ കടുക് എനിക്ക് കൊണ്ടു തന്നാൽ നിങ്ങളുടെ മകന്റെ ജീവൻ ഞാൻ മടക്കി തരാം. ആ പെണ്ണ് സന്തോഷത്തോടെ സിദ്ധാർത്ഥിന്റെ മുമ്പിൽ നിന്ന് ഇറങ്ങി ഓടാൻ ഒരുങ്ങുമ്പോൾ സിദ്ധാർത്ഥ് വിളിച്ചിട്ട് പറഞ്ഞു, ഏ സഹോദരി, നിങ്ങൾ കടുക് വാങ്ങേണ്ടത് കടകളിൽ നിന്നല്ല, മറിച്ച് ഏതെങ്കിലും കുടിലിൽ നിന്ന് വാങ്ങണം. പക്ഷേ ആ കുടിലിൽ ഇന്നേ വരെ മരണം നടന്നിട്ടുണ്ടാകാൻ പാടില്ല. മരണം നടക്കാത്ത ഒരു വീട്ടിൽ നിന്ന് നിങ്ങൾ കുറച്ച് കടുക് ശേഖരിച്ചു കൊണ്ട് തന്നാൽ നിങ്ങളുടെ ഈ മകന്റെ ജീവൻ ഞാൻ മടക്കി തരാമെന്ന് പറഞ്ഞ സിദ്ധാർത്ഥിന്റെ മുമ്പിൽ കഴിയുമോ എന്നറിയില്ല. ഒരുപക്ഷെ കഴിഞ്ഞാലോ എന്ന ചിന്തയോടെ ആ സഹോദരി തന്റെ പൊന്നുമോന്റെ ജീവൻ മടക്കി കിട്ടുന്നതിനു വേണ്ടി ആ സഹോദരി നേരെ വീടുകളുടെ മുമ്പിൽ ചെന്ന് കൈനീട്ടി. പക്ഷേ മരണങ്ങൾ നടക്കാത്ത വീടുകൾ ഒന്നുപോലും കണ്ടെത്താൻ കഴിഞ്ഞില്ല. വേദനയോടെ സങ്കടത്തോടെ മടങ്ങി വന്ന പെണ്ണിനോട് സിദ്ധാർത്ഥ് പറഞ്ഞ മറുപടി, പെണ്ണേ, നിന്റെ മകന് മാത്രമല്ല മരണമുള്ളത്, നിന്റെ വീട്ടിൽ മാത്രമല്ല മരണം നടക്കുന്നത്, മരണം എല്ലാ വീട്ടിലും വരും. മരണം ക്ഷണിക്കപ്പെടാത്ത അതിഥിയാണ്. നമ്മൾ പ്രതീക്ഷിക്കാതിരിക്കുമ്പോൾ അനിയന്ത്രിതമായി, അപ്രതീക്ഷിതമായി നമ്മുടെ വീട്ടിലേക്ക് കടന്നു വരുന്ന ഒരു അതിഥിയാണ് മരണം. അതുകൊണ്ട് നിന്റെ മകന് മാത്രമല്ല മരണമുള്ളത്, എല്ലാവർക്കും മരണമുണ്ട് എന്ന് പറഞ്ഞുകൊടുത്ത ആ സിദ്ധാർത്ഥാണത്രേ പിന്നീട് ശ്രീബുദ്ധനായി മാറിയത് എന്ന് ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണാൻ കഴിയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ശ്രീബുദ്ധന്റെ കഴിഞ്ഞുപോയ ജീവിതത്തിൽ നടന്ന ഒരു സംഭവം നമ്മളോട് പറഞ്ഞുകൊണ്ട്, നിങ്ങളോട് ഉണർത്തിക്കൊണ്ട് ഞാൻ എന്റെ പ്രസംഗം ആരംഭിക്കുകയാണ്. ഏറ്റവും കൂടുതൽ നമ്മൾ കേട്ട വിഷയം ഏതെന്ന് ചോദിച്ചാൽ രണ്ടഭിപ്രായമില്ലാതെ പറയും മരണമാണ്, രണ്ടാമതോ ഖബറാണ്, മൂന്നാമതോ സ്വർഗമാണ്, നാലാമതോ നരകമാണ്, അഞ്ചാമതോ മഹിഷറയാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന വിഷയം ഇതാണ്. പക്ഷെ ഞാൻ നിങ്ങളുടെ മുന്നിൽ പറയുന്നത്, മരണം 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 എന്ന് പറയുകയും വരണം എന്ന് ആഗ്രഹിക്കാതിരിക്കുകയും ചെയ്യുന്ന മരണം, ആ മരണത്തിന്റെ ഏറ്റവും ഭീകരമായ നിലകൾ, ഭീകരമായ സാഹചര്യങ്ങൾ, അത് നിങ്ങളുടെ മുന്നിൽ പറഞ്ഞ് അവസാനിപ്പിക്കാൻ എനിക്ക് കഴിയില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. പക്ഷേ ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇൻഷാ അല്ലാഹ് സമയമുള്ളതിനനുസരിച്ച് അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പറഞ്ഞ 6 മരണങ്ങളുണ്ട്. 6 മരണങ്ങളിൽ എത്ര എണ്ണം നമുക്ക് പറയാൻ കഴിയുമോ അത്രയും നമുക്ക് പറയാം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞ ചില മരണങ്ങളുണ്ട്. ആ മരണങ്ങളിൽ ഞാൻ ആദ്യം പറയാൻ പോകുന്ന 2 മരണങ്ങൾ നമ്മൾ അല്ലാഹുവിനോട് 2 കരങ്ങൾ നീട്ടി ദുആ ചെയ്യണം, ഈ 2 മരണങ്ങൾ കിട്ടാൻ. അല്ലാഹു നമുക്കതിനുള്ള തൗഫീഖ് തരട്ടെ. പിന്നെ ഞാൻ പറയുന്ന മരണം, പടച്ചവനെ ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ വരല്ലേ എന്ന് നമ്മൾ ദുആ ചെയ്യണം. ആദ്യം ആ 3 എണ്ണം നമുക്ക് പറയാം. ബാക്കി സമയമുണ്ടെങ്കിൽ നമുക്ക് ഇൻഷാ അല്ലാഹ് പിന്നീട് നമുക്ക് പറയാം. അല്ലാഹു നമുക്ക് മരിക്കുന്ന സമയം അല്ലാഹു നന്നായി മരിക്കാനുള്ള തൗഫീഖ് തരട്ടെ.
കണ്ണൂർ ജില്ലയിലാണ്. പുതുമാരൻ ഒരുങ്ങി വന്നപ്പോൾ ഞാൻ പ്രസംഗിച്ചതിന്റെ ക്ലിപ്പുകൾ ഒരുപാട് സഹോദരങ്ങളുടെ കൈകളിലുണ്ട്. ശവപ്പെട്ടിയിൽ പുതുമാരനെ ഒരുക്കി കൊണ്ടുവരുന്ന കാലത്ത് ഇല്ല, മരിച്ചു പോകുമ്പോ പുതിയാപ്പളയെ പോലെ കിടക്കണം, അല്ലാതെ ശവപ്പെട്ടിയിൽ പുതുമാരനായി പോകലല്ല. മരണപ്പെട്ടു പോകുമ്പോൾ പുതിയാപ്പളയായി പോകലാണ് നമുക്ക് അഭികാമ്യം. അതിനുവേണ്ടി എന്റെ സഹോദരങ്ങളെ, ഖുർആൻ സൂറത്തുൽ ഫജ്ർ നമ്മളോട് പറഞ്ഞ ആദ്യത്തെ മരണം ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയാം. ഖുർആൻ പറഞ്ഞ മരണമാണ്. അള്ളാഹു നമുക്ക് ഈ മരണം അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ഈ മഹാനുഭാവന്റെ ബറക്കത്ത് കൊണ്ട് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, ഒന്നാമത്തെ മരണമാണ്. ജീവിതത്തിൽ നമ്മൾ എല്ലാവരും മരിക്കും, ഒരാള് പോലും മരിക്കാതിരിക്കില്ല. നമുക്ക് മരണം അനിവാര്യമാണ്. നമ്മൾ വേണ്ട എന്ന് ചിന്തിച്ചാലും കുഞ്ഞുങ്ങളോട് കരുണ കാണിക്കാത്ത, മുതിർന്നവരോട് ബഹുമാനം കാണിക്കാത്ത, കുടിലും കൊട്ടാരത്തിലും ഒരുപോലെ കടന്നു വരാനുള്ള സർവ്വ സ്വാതന്ത്ര്യവും ലഭിച്ചിട്ടുള്ള മലക്കുൽ മൗത്ത് ഇസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാം നമ്മുടെ റൂഹ് പിടിക്കുന്നത് പല കോലത്തിലും പല രൂപത്തിലുമാണ്. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പല സ്ഥലങ്ങളിലും മരണങ്ങളെ പറ്റിയിട്ട് വിശാലമായി പ്രതിപാദിക്കുമ്പോൾ സൂറത്തുൽ ഫജ്ർ എന്ന് പറയുന്ന പലപ്പോഴും നമ്മൾ സുബഹി നമസ്കാരങ്ങളിൽ പല ഇമാമിങ്ങളിൽ നിന്ന് ഓതി കേൾക്കാറുള്ള പരിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ ഫജ്റിലൂടെ അല്ലാഹു തആല പരിചയപ്പെടുത്തുന്ന ഒന്നാമത്തെ മരണമേതെന്നറിയോ? അല്ലാഹു പറയുകയാണ്, അവന്റെ കലാമിലൂടെ അല്ലാഹു പരിചയപ്പെടുത്തുകയാണ്. ഒരു ഉറൂസിലാണ് നമ്മൾ വന്നിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ. ഒരു ഉറൂസ് മുബാറക്കിനാണ് ഞാനും നിങ്ങളും ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അല്ലാഹു ഇഷ്ടപ്പെടുന്ന പടച്ചവന്റെ ആരിഫായ അല്ലാഹുവിന്റെ പരിശുദ്ധമായ അവന്റെ സിഫാത്തുകളും അവന്റെ അഫ്ആലുകളും അവന്റെ സർവ്വതും എല്ലാം അറിയേണ്ട വിധം അറിഞ്ഞിട്ടുള്ള അല്ലാഹുവിന്റെ ആരിഫീങ്ങളിൽപ്പെട്ട ഒരു വലിയ മഹാന്റെ മുമ്പിൽ നമ്മൾ ഒരുമിച്ച് കൂടുമ്പോ എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, എന്റെ പ്രിയപ്പെട്ട ശബ്ദം ശ്രവിക്കുന്ന എന്റെ പ്രിയപ്പെട്ട ഉമ്മ, അല്ലാഹു നമ്മളോട് ഖുർആനിലൂടെ പറഞ്ഞ മരണം നമുക്ക് ജീവിതത്തിൽ അനിവാര്യമാണ്. ആ മരണത്തിന് വേണ്ടി നമ്മൾ പ്രവർത്തിക്കണേ, മരണത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണേ. ഏതാണ് മരണമെന്നറിയോ? അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഫജ്റിലൂടെ അല്ലാഹു പറയുകയാ, യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ربك راضية مرضية فادخلي في عبادي وادخلي جنتي. അല്ലാഹു പറയുകയാണ് അവന്റെ കലാമിലൂടെ അർത്ഥസംഖ്യക്കിടയില്ലാതെ, ഒരു വള്ളിക്കും ഒരു പുള്ളിക്കും വ്യത്യാസമില്ലാതെ, ഇന്നേ വരെ ആരുടെ മുമ്പിലും പരാജയപ്പെട്ടു പോകാതെ ജ്വലിച്ചു നിൽക്കുന്ന പ്രഫുല്ലമായ വിശുദ്ധമായ ഗ്രന്ഥം അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു പരിചയപ്പെടുത്തുകയാ. ഏതാണ് ഒന്നാമത് അല്ലാഹുവിന്റെ ഖുർആൻ പരിചയപ്പെടുത്തിയ മരണമെന്നറിയോ? ഏത് സെക്കൻഡിലാണ് പൊന്നുമോനെ മരിക്കുന്നതെന്ന് പറയാൻ നമുക്ക് കഴിയില്ല. ഏത് സെക്കൻഡിലാണ്, ഏത് നിമിഷത്തിലാണ് നമ്മളെ മരിക്കുന്നതെന്ന് പറയാൻ നമുക്ക് കഴിയില്ല. പ്രിയപ്പെട്ട പെങ്ങളെ, ഇല്ല മനുഷ്യരെ, ഇല്ല മനുഷ്യരെ, 40 ദിവസങ്ങൾക്ക് മുമ്പ് അല്ലാഹുവിന്റെ മാലാഖമാരുടെ ഇടയിൽ നമ്മുടെ പേര് മയ്യത്തെന്ന് വിളിക്കപ്പെട്ടു പോയാൽ നമുക്കറിയില്ല. നമ്മുടെ വിസ എടുക്കുന്നു, പാസ്പോർട്ട് അടിക്കുന്നു, നമ്മൾ ടിക്കറ്റ് അടിക്കുന്നു, നമ്മൾ ടിക്കറ്റ് എടുക്കുന്നു, വീട് വെക്കുന്നു, കല്യാണം കഴിക്കുന്നു, എല്ലാം ചെയ്യുന്നു. പക്ഷേ നമ്മൾ മരിക്കുന്നതിന് 40 ദിവസങ്ങൾക്ക് മുമ്പ് അല്ലാഹുവിന്റെ മലായികത്തുകളുടെ ലോകത്ത് നമ്മളെ പേര് മയ്യത്തെന്നാണ്. അതിഞ്ഞാലിലും അതുപോലെ കാഞ്ഞങ്ങാട്ടും ചിട്ടാരിയിലും മാണിക്കോത്തിലുമുള്ള നിങ്ങളുടെ പേരുകൾ വിളിക്കൂല. നിങ്ങളെ പറ്റിയിട്ട് അല്ലാഹുവിന്റെ മാലാഖമാരെ വിളിക്കുന്ന പേര് മയ്യത്തെന്നാണ്. എന്ന് പറഞ്ഞാൽ ബോഡി എന്നാണ്, ശവമെന്നാണ് മലക്കുകളുടെ ലോകത്ത് നിങ്ങളെ പറ്റി, എന്നെ പറ്റി വിളിക്കുന്നത്. ഈ പറയുന്ന എന്റെയോ കേൾക്കുന്ന നിങ്ങളുടെയോ സംഘടിപ്പിച്ച സംഘാടകരുടെയോ പേര് മയ്യത്താണോ ഇല്ലയോ എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അതുകൊണ്ട് എന്റെ ചെറുപ്പക്കാരാ, എന്റെ പ്രിയപ്പെട്ട ശബ്ദം ശ്രവിക്കുന്ന പെങ്ങളെ, കാസർഗോഡ് ജില്ലയൊക്കെ മാറിപ്പോയി. ആർക്കും എന്നോട് ദേഷ്യം തോന്നല്ലേ, ആർക്കും എന്നോട് പരിഭവം തോന്നല്ലേ. പരിശുദ്ധമായ ദീനാണ്, അല്ലാഹുവിന്റെ വിശുദ്ധമായ ദീനാണ്. പറയാതിരിക്കാൻ നിർവാഹമില്ല പെങ്ങളെ, പറയാതിരിക്കാൻ നിർവാഹമില്ല. അല്ലാഹുവിന്റെ ഖുർആനിൽ നിന്ന് ദൂരത്തായി കൊണ്ടിരിക്കുകയാ. പ്രഭാഷണങ്ങൾക്ക് കുറവില്ല, പ്രസംഗങ്ങൾക്ക് കുറവില്ല, കഥാപ്രസംഗങ്ങൾക്ക് കുറവില്ല, മജ്ലിസുന്നൂറുകൾക്ക് കുറവില്ല, ദിക്ർ
ഹൽക്കകൾക്ക് കുറവില്ല, ദുആ മജ്‌ലിസുകൾക്ക് കുറവില്ല. എവിടെയാണ് കുറവ് വന്നത് ചെറുപ്പക്കാരാ? എവിടെയാണ് പെങ്ങളെ കുറവ് വന്നത്? മതബോധം നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുകയാണ്, മതബോധം നഷ്ടപ്പെട്ടിരിക്കുകയാ. വീണ്ടെടുക്കണേ ഉമ്മത്തെ, വീണ്ടെടുക്കണേ സമുദായമേ. നാല് ഭാഗത്തു നിന്ന് ഹിംസജന്തുക്കളെ പോലെ വിശുദ്ധമായ ശരീഅത്തിനെ കടിച്ചു കീറോ. ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിൽ നിന്ന് ആളുകൾ വന്നുകൊണ്ടിരിക്കുമ്പോ മതത്തിൽ നിന്ന് ദൂരത്താകല്ലേ മുസ്ലിം ചെറുപ്പക്കാരാ. ആവേശം വേണം മോനെ, വിപ്ലവാത്മകമായ ആവേശം അലതല്ലുന്ന സുന്നത്ത് ജമാഅത്തിന്റെ പോരാളികളായി നമുക്ക് മാറണം. അല്ലാഹുവിന്റെ വിശുദ്ധ ദീനനുസരിച്ച് ജീവിക്കുന്നവരായി നമുക്ക് മാറണം. അതിനെന്താണ് വേണ്ടത്? നല്ലപോലെ മരിക്കാനുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കലാണ് ആദ്യത്തെ മരണം. ഞാൻ എന്റെ മുസ്ലിം ചെറുപ്പക്കാരനോട് പറയട്ടെ, പൊന്നുമോനെ, 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 അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ആദ്യത്തെ മരണത്തെ പറ്റി നമ്മളോട് വിളിച്ചു പറയുകയാ. അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാളിയതൻ മർദിയാ. അല്ലാഹു പറയുകയാണ്, യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന, ഏ പരിശുദ്ധ ആത്മാവേ, സമാധാനമുള്ള ആത്മാവേ. പറയിപ്പിക്കാൻ കഴിയുമോ സഹോദരങ്ങളെ? നമ്മളാക്കി മാറ്റുന്ന ആത്മാവുണ്ടല്ലോ, ഇത് ശരീരമാണ്, ബോഡിയാണ്. എന്നെ ഞാനാക്കി മാറ്റിയത് റൂഹാണ്. എന്റെ കണ്ണുകൾ ചലിപ്പിച്ചത് റൂഹാണ്, എന്റെ കാലുകൾ ചലിപ്പിക്കുന്നത് റൂഹാണ്, എന്റെ കരങ്ങൾ ചലിപ്പിക്കുന്നത് റൂഹാണ്. എന്നെ ഞാനാക്കി മാറ്റിയത് എന്റെ ആത്മാവാണ്, ശരീരമല്ല. സഹോദരങ്ങളെ, എന്റെയും നിങ്ങളുടെയും ആത്മാവുണ്ടല്ലോ, ഈ ആത്മാവ് പരിശുദ്ധമാണ് എന്ന് മലായികത്തുകളെ കൊണ്ട് പറയിപ്പിക്കാൻ നമുക്ക് കഴിയുമോ? അങ്ങനെ പറയിപ്പിച്ചവരാണ് 63 പ്രാവശ്യം അയ്യപ്പ നമസ്കരിച്ച്, എത്രയോ ലക്ഷക്കണക്കിന് ആളുകൾ അയ്യപ്പ നമസ്കരിച്ച ജീവിച്ചിരുന്ന ആരിഫായിരുന്ന അല്ലാഹുവിന്റെ ഔലിയാക്കളിൽപ്പെട്ട നമ്മളോട് വിട പറഞ്ഞു പോയ ഈ സമുദായത്തിന്റെ അപ്പാണിയായിരുന്ന ദുഃഖിതന്റെ മനസ്സിൽ ദുഃഖങ്ങൾ മാറ്റി തന്നിരുന്ന ആദരണീയനായ അത്തിപ്പറ്റ ഉസ്താദ്, ആ മഹാനുഭാവൻ ഈ ലോകത്തോട് വിട പറഞ്ഞത് പരിശുദ്ധ ആത്മാവായിട്ടാണ്. ആർക്കും അതിൽ സംശയമില്ലല്ലോ സഹോദരങ്ങളെ. 63 പ്രാവശ്യം മയ്യത്ത് നമസ്കരിച്ചു, ലക്ഷക്കണക്കിന് ആളുകളെ മയ്യത്ത് നമസ്കരിച്ച മയ്യത്തായിരുന്നല്ലോ. അദ്ദേഹം ഒരു MP ആണോ? അദ്ദേഹം ഒരു MLA ആണോ? അദ്ദേഹം ഒരു കോടീശ്വരനാണോ? അദ്ദേഹം ഒരു മന്ത്രിയാണോ? ഏതെങ്കിലും കോളേജിന്റെ പ്രൊഫസറാണോ? അതല്ലെങ്കിൽ ഏതെങ്കിലും വിജിഗീഷുവാണോ? അല്ലെങ്കിൽ വില്ലാളി വീരനാണോ? ഏതെങ്കിലും റോൾ മോഡലാണോ? ഒന്നുമല്ല. അല്ലാഹു അദ്ദേഹത്തിന് നൽകിയ ആത്മാവുണ്ടല്ലോ, ആ ആത്മാവിനെ പരിശുദ്ധമാക്കിയെടുത്തയാളാ. മുത്തുമഇന്ന എന്ന പരിശുദ്ധ ആത്മാവായി, സമാധാനമുള്ള ആത്മാവാക്കി മാറ്റിയെടുത്തപ്പോ അല്ലാഹുവിന്റെ മാലാകമാര് ആത്തിപ്പറ്റ ഉസ്താദിനോട് പറഞ്ഞിരിക്കുമല്ലോ, നമ്മളോടും പറയണ്ടേ സഹോദരങ്ങളെ? കാഞ്ഞങ്ങാട് മാണിക്കോട്ട് ഈ മഖാമിൽ കിടക്കുന്ന ഖാലി ഹസൈനാർ നബ്ബറല്ലാഹു മർഖദ മഹാനവറുകൾ മരണപ്പെടുമ്പോൾ അദ്ദേഹത്തോടും അല്ലാഹുവിന്റെ മലായികത്തുകൾ പറഞ്ഞതെന്തെന്നറിയോ? യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന, പരിശുദ്ധ ആത്മാവേ, പരിശുദ്ധ ആത്മാവേ, ഇർജി ഇലാ റബ്ബികി, അങ്ങയുടെ നാഥന്റെ അടുത്തേക്ക് അങ്ങ് പോകണം പരിശുദ്ധ ആത്മാവേ. ആരോടാണ് പറയുന്നത്? കള്ളുകുടിയനോട് പറയില്ല, പെണ്ണുപിടിയനോട് പറയൂല, പലിശക്കാരനോട് പറയൂല, ജീവിച്ചിരിക്കുന്ന മാതാവിന് ശവക്കുഴി വാങ്ങുന്നവനോട് പറയൂല. കല്യാണമെന്ന ഇബാദത്ത് അല്ലാഹു സുന്നത്താക്കി കൊടുത്തപ്പോ ശവപ്പെട്ടിയിലെ കയറിയിട്ട് ഈ സമുദായത്തിനെ പറയിപ്പിക്കുന്നവരോട് അല്ലാഹുവിന്റെ മലക്കുകളെ പറയില്ല. ആദരിക്കപ്പെടേണ്ടവരെ ആദരിക്കാത്തവനോട് അല്ലാഹുവിന്റെ മലായികത്തുകൾ പറയില്ല. ഖുർആനിന്റെ നിഷേധികളോട് അല്ലാഹുവിന്റെ മലായികത്തുകൾ പറയില്ല. ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിക്കണം, സ്നേഹിക്കേണ്ടവരെ സ്നേഹിക്കണം, ആദരിക്കേണ്ടവരെ ആദരിക്കണം. എന്നാലേ മരിക്കുന്ന സമയത്ത് മലായികത്തുകൾ ഇങ്ങനെ പറയുകയുള്ളൂ, പരിശുദ്ധാത്മാവേ, അല്ലാഹുവിങ്കലേക്ക് മടങ്ങി പോകണേ. ഇങ്ങനെയാണ് പോകേണ്ടത്. റാളിയതൻ മർദിയാ, റാളിയതൻ മർദിയാ. ഈ രണ്ട് കാര്യത്തിന് വേണ്ടിയാണ് നമ്മൾ പ്രവർത്തിക്കേണ്ടത് സഹോദരങ്ങളെ. ഒന്നാമത്തെ മരണം ഖുർആൻ പറയുന്നത് റാളിയതൻ മർദിയാ,
അല്ലാഹുവിനെ പരിപൂർണമായി തൃപ്തിപ്പെടുന്ന അവസ്ഥയിൽ മരിക്കാൻ കഴിയണം. പോരാ, മർളിയ അല്ലാഹു നമ്മളെയും തൃപ്തിപ്പെടുന്ന അവസ്ഥയിൽ നമുക്ക് മരിക്കാൻ കഴിയണം. റാളിയത്ത് എന്ന് പറഞ്ഞാൽ ഇവിടെ അങ്ങോട്ടാണ്, മർളിയത്ത് എന്ന് പറഞ്ഞാൽ അവിടെ ഇങ്ങോട്ടാണ്. എന്റെ പെങ്ങളെ, നീ മരിക്കുന്ന സമയത്ത് അല്ലാഹുവിനെ നീ തൃപ്തിപ്പെട്ടാ പോരാ, നീ അല്ലാഹുവിനെ തൃപ്തിപ്പെടും. എന്തുകൊണ്ടാണ്? നിനക്ക് നല്ല ഭർത്താവിനെ അല്ലാഹു തന്നില്ലേ, നിനക്ക് ശീതീകരിച്ച വാഹനം തന്നില്ലേ, നിനക്ക് ബഹുനില കെട്ടിടങ്ങൾ തന്നില്ലേ, നിനക്ക് ബിസിനസ് സാമ്രാജ്യങ്ങൾ തന്നില്ലേ, നിനക്ക് എന്തൊക്കെയാണ് അല്ലാഹു തന്നത്. അതുകൊണ്ട് നീ പടച്ചവനെ തൃപ്തിപ്പെടും. പോരാ, മർളിയ അല്ലാഹു നിന്നെയും തൃപ്തിപ്പെടണം പൊന്നുമോളെ, അല്ലാഹു നിന്നെയും തൃപ്തിപ്പെടണം പൊന്നുമോനെ. ആ അവസ്ഥയിൽ മരിക്കുന്നവരാണ് ആദ്യത്തെ മരണം സ്വീകരിക്കുന്നവരെന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ. അല്ലാഹു നമുക്കതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഒന്നാമത്തെ മരണം പടച്ചതമ്പുരാൻ ഈ സരസിന്റെ ബറക്കത്ത് കൊണ്ട് ആ മരണം നമുക്ക് ഓരോരുത്തർക്കും അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മറക്കരുതേ സഹോദരങ്ങളെ, ഇപ്പോൾ ഒരു പ്രശ്നമുള്ളത് കാസർഗോഡ് ജില്ലയിൽ ഈ വിഷയം പറഞ്ഞാൽ ഇനി കേരളത്തിൽ ഒരു സ്ഥലത്തും ഈ വിഷയം പറയാൻ പറ്റില്ല. കാരണം ലൈവായി ലോകം മുഴുവനും ഒരു സെക്കൻഡ് കൊണ്ട്, ഒരു വിരൽ തുമ്പിൽ ലോകം മുഴുവനും പടർന്നു പന്തലിക്കുന്ന അവസ്ഥയിൽ ലോകം എത്തപ്പെട്ടു പോയി. അതുകൊണ്ട് ഇവിടെ പറയുന്നത് ഇനി ഒരു സ്ഥലത്ത് നമുക്ക് പറയാൻ കഴിയില്ല. ഇനി മറ്റൊരു വാഴ കേൾക്കുമ്പോൾ ഇത് പറയാമെന്ന് ആര് ചിന്തിക്കണ്ട. അതുകൊണ്ട് അർത്ഥശങ്കക്കിടയില്ലാതെ എല്ലാവരും ശ്രദ്ധയോടെ നാളെ നമ്മൾ അഭിമുഖീകരിക്കേണ്ട വിഷയമാണ് പറയുന്നത് എന്ന് ബോധത്തോടുകൂടി എന്റെ സഹോദരങ്ങൾ ശ്രദ്ധിക്കുക. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒന്നാമതായി നമ്മൾ മരിക്കുന്ന മരണം അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, റാളിയത്തൻ മർളിയ. അങ്ങോട്ട് അള്ളാഹനെ തൃപ്തിപ്പെടണം, തിരിച്ച് പടച്ചോൻ ഇങ്ങോട്ടും തൃപ്തിപ്പെടും. അതാണ് ഒന്നാമത്തെ മരണം. അതിനെന്ത് വേണോന്ന് ഞാൻ ഇൻഷാ അല്ലാഹ് അടുത്ത 2 ആയത്തുകളിലൂടെ അള്ളാഹു പറയുന്നുണ്ട്. ഇത് രണ്ടെണ്ണം കരസ്ഥമാക്കാൻ എന്തു വേണം? 2 കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. അള്ളാഹു ഭാഗ്യം തരട്ടെ. ആർക്കും എല്ലാവർക്കും മനസ്സിലാകുന്ന ഭാഷയിൽ ഇൻഷാ അല്ലാഹ് വിശുദ്ധമായ ഖുർആൻ നിങ്ങളോട് സംവദിക്കുകയാണ്. അള്ളാഹുവിന്റെ ഖുർആൻ നമ്മളോട് പറയാൻ എല്ലാവർക്കും മനസ്സിലാകുന്ന ഭാഷയിലാണ്. എന്റെ സഹോദരിമാരെ, നിങ്ങൾക്ക് കഴിയണം റാളിയത്തൻ അള്ളാഹുവിനെ അങ്ങോട്ട് തൃപ്തിപ്പെട്ട്, മർളിയത്തൻ അവൻ ഇങ്ങോട്ടും തൃപ്തിപ്പെട്ട്. വൺ വേ പ്രേമമായ പോരാ, അങ്ങോട്ട് മാത്രം പടച്ചവനെ തൃപ്തിപ്പെട്ടു എന്ന് കരുതിയിട്ട് വിജയിക്കാൻ കഴിയില്ല. ഒരിക്കലും കഴിയില്ല. ഒരിക്കലും നമുക്ക് ആ ഒരു പ്രതീക്ഷ വേണ്ട. കാരണം എന്താണ്? നമുക്ക് അല്ലാഹുവിനെ വലിയ സ്നേഹമാണ്. സുന്ദരിയായ ഭാര്യ, പ്രത്യേകിച്ച് കാസർഗോഡ്, കണ്ണൂരും ജില്ലകളിൽപ്പെട്ട സ്ത്രീകൾക്കാണ് സൗന്ദര്യവും പുരുഷന്മാർക്കും പെണ്ണുങ്ങൾക്കും ഒക്കെ കൂടുതൽ എന്നാണ് നമ്മളൊക്കെ ഒരു ധാരണ. ചിലപ്പോ ആകാം, ചിലപ്പോ ആകാതിരിക്കാം, ഏതോ ആയിക്കോട്ടെ. പക്ഷേ എന്റെ പ്രിയപ്പെട്ടവരെ, സുന്ദരിയായ ഭാര്യ അല്ലാഹു തന്നു. 1 അല്ല, 2 അല്ല, 3 അല്ല. അല്ലാഹു തആല വീട്ടുമുറ്റത്ത് ഓടിക്കളിക്കുന്ന അനേകം മക്കളെ തന്നു. അതൊക്കെ അനുഗ്രഹമാണ് സഹോദരങ്ങളെ, അതൊക്കെ അനുഗ്രഹമാണ്. അള്ളാഹു നമുക്ക് നമ്മുടെ മക്കളെയൊക്കെ സ്വാലിഹീങ്ങളാക്കി തരട്ടെ. ഏറ്റവും നല്ല പ്രസവിക്കുന്ന പെണ്ണിനെയാ കല്യാണം കഴിക്കേണ്ടത്. പറഞ്ഞു കൊടുക്കും ധൈര്യമായിട്ട്. നമ്മളെ ആക്ഷേപിക്കുന്നവരുണ്ട്, ആളുകൾ കല്യാണം കഴിക്കുന്നത് മക്കളെ ഉണ്ടാക്കാനാണ് എന്ന്. പിന്നെന്തിനാ കല്യാണം കഴിക്കുന്നത്? ഇല്ലെങ്കിൽ പിന്നെ സുപ്രീം കോടതിയുടെ ദീപക് മിശ്ര പറഞ്ഞതുപോലെ നമ്മൾ അങ്ങ് അംഗീകരിച്ചാ പോരെ? ചെലവ് ചുരുക്കി നമുക്ക് കല്യാണം കഴിക്കാമല്ലോ. ആണുങ്ങൾ ആണുങ്ങളെ കെട്ടി അങ്ങ് പോയാ പോരെ, പെണ്ണുങ്ങളെ കെട്ടി അങ്ങ് പോയാ പോരെ. വിവാഹം എന്ന് പറയുന്നത് ആണ് പെണ്ണിനെ കല്യാണം കഴിക്കണം. കാരണം അതിലൂടെയാണ് സന്താനോൽപാദനം ഉണ്ടാവുക. ഇല്ലെങ്കിൽ പിന്നെ സുപ്രീം കോടതി ഇങ്ങനെ വിധികൾ പുറപ്പെടുവിക്കുമ്പോൾ നമ്മൾ അതിനെതിരെ പ്രതിഷേധിക്കേണ്ട കാര്യമുണ്ടോ? അള്ളാഹു മനസ്സിലാക്കാനുള്ള ബോധം തരട്ടെ. അതുകൊണ്ട് നമുക്ക് അള്ളാഹു ഒരുപാട് മക്കളെ തന്നു, ഇഷ്ടംപോലെ സ്വത്ത് തന്നു. കാസർഗോഡ് ജില്ല അള്ളാഹു അനുഗ്രഹിച്ച ജില്ലയാണ്. നിങ്ങൾ എത്ര ശുക്ർ ചെയ്താലും നിങ്ങളും ഞങ്ങളും, ഞാനും ഉസ്താദും തിരുവനന്തപുരത്തുകാരാണ്, നിങ്ങളൊക്കെ കാസർഗോഡുകാരാ. ഇന്ത്യ രാജ്യം കണ്ടിട്ടില്ലാത്ത ഏറ്റവും വലിയ ദുരന്തം ഒരു പ്രളയത്തിന്റെ കോലത്തിൽ വന്നപ്പോഴും അല്ലാഹു തആല നമ്മളെയും നിങ്ങളെയും അങ്ങ് ഒഴിവാക്കി. ചെറിയ ഒരു കുടച്ചിൽ മാത്രം കുടഞ്ഞങ്ങ് വിട്ടു, അല്ലേ? ബാക്കി 12 ജില്ലകളെയും അല്ലാഹു തആല നന്നായിട്ടൊന്ന് പരീക്ഷിച്ചു. അപ്പോഴും കാസർഗോഡ് ജില്ലക്കാരെ അല്ലാഹു ഒഴിവാക്കി. എന്താ കാര്യം എന്നറിയാം? എന്താ കാര്യം? നിങ്ങൾ നോക്ക്, കാസർഗോഡ് ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ മഹാരഥന്മാർ കിടന്നുറങ്ങുന്നത്.
ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നയാളാ. നിങ്ങൾക്ക് വിശ്വസിക്കാം, വിശ്വസിക്കാതിരിക്കാം, അത് നിങ്ങളുടെ സ്വാതന്ത്ര്യം. എന്റെ സ്വാതന്ത്ര്യം ഞാൻ പറയുന്നു. ഏറ്റവും കൂടുതൽ പണ്ഡിതന്മാര് ഈ കാസർഗോഡ് ജില്ലയിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ഏത് പള്ളികളാണ് അനാഥമായി കിടക്കുക? ഒരു വഖ്ത് നമസ്കാരത്തിന് ഏത് ഉൾഗ്രാമത്തിലെ പള്ളിയിൽ പോയാലും ആ പള്ളികളൊക്കെ നമസ്കാരക്കാരെ കൊണ്ട് നിബിഡമാണ്. ഒന്നിനും കുറവില്ല. സാമ്പത്തികമായി ഏറ്റവും കൂടുതൽ സഹായം നൽകുന്നത് കാസർഗോഡ് ജില്ലക്കാരാണ്. അതിലും ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല. ആലിമീങ്ങളെ സ്നേഹിക്കാൻ കാസർഗോഡ് ജില്ലക്കാരെ പോലെ കേരളത്തിൽ ഒരു ജില്ലയിലും ഇത്രത്തോളം സ്നേഹം കൊടുക്കുന്നവരില്ല. ലൈവായിട്ട് കാണുകയാ. നാളെ കൊല്ലം ജില്ല പ്രസംഗിക്കേണ്ടവനാ ഞാൻ ധൈര്യമായിട്ട് പറയുന്നു, കാസർഗോഡ് ജില്ലക്കാരെ പോലെ മനുഷ്യനെ സ്നേഹിക്കാൻ പറ്റിയത് വേറെ ഒരു ജില്ലയിലുമില്ല. ഞാൻ ആക്ഷേപിക്കുകയല്ല, നിങ്ങളെ ഒന്നും കിട്ടാൻ വേണ്ടിയിട്ടല്ല, നിങ്ങൾ ഒന്നും തന്നെ തന്നാലും ഞാൻ വാങ്ങിക്കൂല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സ്നേഹം അത് നിങ്ങൾ ധാരാളമായി കൊടുക്കുന്നുണ്ട്. അള്ളാഹു അത് നിലനിർത്തുന്ന അനുഗ്രഹിക്കുമാറാവട്ടെ. പണ്ട് തഴവാ ഉസ്താദ് തന്നെ പ്രസംഗത്തിന് വരുന്ന സമയത്ത് പറയാറുണ്ടായിരുന്നു, വഅദിന് പറ്റിയ നാട് കാസർഗോഡാ. വഅദിന് പറ്റിയ നാട്, വഅദിന് പറ്റിയ നാട് കാസർഗോഡാ. രണ്ടാമത്തെ വരി ഞാൻ പാടൂല, അത് ഞാൻ പാടൂല. ഇല്ല, ഞാൻ പാടില്ല. വഅദിന് പറ്റിയ നാട് കാസർഗോഡാ. ഇത് ഒന്നാമത്തെ വരി. ഇനി രണ്ടാമത്തെ വരിയുണ്ട്. അത് നിങ്ങളെ തെറി വിളിച്ചതോ ആക്ഷേപിച്ചതോ ഒന്നുമല്ല. പക്ഷെ ഇപ്പൊ അതൊക്കെ മാറിപ്പോയി. ഇപ്പൊ ഏറ്റവും നല്ല എവിടെ പോയാലും തലശ്ശേരി ബിരിയാണി, കാസർഗോഡ് ബിരിയാണി, കാസർഗോഡ് മന്തി, കാസർഗോഡ് കബ്സ, ഇതൊക്കെയാണ് എവിടെയും കാണുന്നത്. മൂപ്പര് പറഞ്ഞത് അന്ന് ആ കാലഘട്ടത്തില് പക്ഷെ കറി എരിവ് കൂടുതലാണ് കാസർഗോഡ് ജില്ലയിൽ എന്നാണ്. പക്ഷെ ഇപ്പൊ അതൊക്കെ മാറി, അൽഹംദുലില്ലാ. ആ എരിവ് മൊത്തം തിരുവനന്തപുരത്തായി. ഇവിടെ നിന്ന് വരുന്നവരൊക്കെ പറയാറുണ്ട്, എന്തോ ഒരു രുചിയാണ്. തിരുവനന്തപുരത്ത് ഒരു കടയുണ്ട്, ഒരു ചെറിയ പെട്ടിക്കട, പേര് തന്നെ ഉസ്താദ് ഹോട്ടൽ എന്നാണ്. അപ്പൊ ഈ അടുത്ത് വന്നാണെന്ന് മനസ്സിലായല്ലോ. ഉസ്താദ് ഹോട്ടൽ എന്ന് പറയുമ്പോൾ തന്നെ ഈ അടുത്ത് വന്നാണെന്ന് മനസ്സിലാവുമല്ലോ. ഏത്? അപ്പൊ ആ ഹോട്ടലില് നല്ല ഫ്രഷ് മീൻ കിട്ടും. ഇപ്പൊ ചിത്താരിയിലെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളൊക്കെ ഇവിടെ നിന്ന് വണ്ടി കയറി അവിടെ വന്ന് ഭക്ഷണം കഴിപ്പാ ജോലി. കാസർഗോഡ് നിന്ന് അവിടെ വന്ന് ഭക്ഷണം കഴിക്കും. കാരണം കുറഞ്ഞ പൈസയേ ഉള്ളൂ, നല്ല വായിക്ക് രുചിയായിട്ട് ഫ്രഷായ മീൻ കിട്ടും. എന്നാൽ ഞങ്ങളുടെ നാടുകളിലൊക്കെ മീൻ വരും ദുബായിൽ നിന്ന് മയ്യത്ത് കൊണ്ടുവരും പോലെയാ, ഫ്രീസറിൽ വെച്ചിട്ട് 7 ദിവസം കഴിഞ്ഞേ കിട്ടുള്ളൂ. മയ്യത്ത് ദുബായിൽ നിന്ന് മരിച്ചുകൊണ്ട് വരുന്നത് പോലെയാണ്. 7 ദിവസം കഴിഞ്ഞല്ലേ ഞെട്ടുള്ളൂ, പേപ്പറൊക്കെ ശരിയാവണമല്ലോ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത്, അള്ളാഹു അനുഗ്രഹിച്ച നാടാണ് നമ്മുടെ നാട്. പക്ഷേ ഞാനൊന്ന് പറയട്ടെ സഹോദരങ്ങളെ, ഇതൊക്കെ അള്ളാഹു തരുമ്പോഴും നമ്മൾ പറയും, അള്ളാഹുവേ വലിയ സന്തോഷമായി. പള്ളിക്ക് പള്ളി, മക്കാമിന് മക്കാമ്, ആഹാരത്തിന് ആഹാരം. ഇന്ന് എന്നെ കുറച്ച് ആളുകള് നമ്മുടെ പള്ളിപ്പുഴ എന്നല്ലേ, പള്ളിപ്പുഴ ഈ പത്തലും ബീഫും കിട്ടുന്നു അല്ലേ, അവിടെ കൊണ്ടുപോയി. റാത്തീബ് എല്ലായിടത്തും കിട്ടുമെങ്കിലും അവിടുത്തെ ബീഫിന് വല്ലാത്തൊരു രുചിയാ. ഞാൻ നല്ല മനോഹരമായിട്ട് കഴിച്ചു. ഏതായിരുന്നാലും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതൊക്കെ അള്ളാഹു നമുക്ക് തരുമ്പോൾ നമ്മൾ പടച്ചോനിൽ നല്ല തൃപ്തരാണ്. അൽഹംദുലില്ലാ. എപ്പോഴും ഭയങ്കര ശുക്റും ഹംദും ഒക്കെയാണ്. അള്ളാഹു അനുഗ്രഹിച്ചവരാണ്. കാസർഗോഡ് ജില്ലക്കാരെ കാണുമ്പോൾ പ്രത്യേകിച്ച് അറിയാം. തിരുവനന്തപുരത്ത് ഇഷ്ടംപോലെ ആളുകൾ വരാറുണ്ട്. RCCയിൽ പോകുന്നവരും മെഡിക്കൽ കോളേജിൽ വരുന്നവരും അല്ലാതൊക്കെ വരുന്നവരും ഒക്കെ ധാരാളമായിട്ട് വരാറുണ്ട്, കാണാറുണ്ട്, ഇടപഴകാറുണ്ട്. നല്ല മനുഷ്യരാ. പക്ഷെ ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ സഹോദരങ്ങളെ, പൊക്കിക്കൊണ്ടുവന്നത് നിങ്ങളെ അടിച്ചിടാനോ താഴ്ത്താനോ ഒന്നുമല്ല. ആ പൊങ്ങിയത് അങ്ങനെ തന്നെ നിന്നോട്ടെ. ഞാൻ പറയുന്നു, ഇതൊക്കെ നിങ്ങൾക്ക് അള്ളാഹു തരുമ്പോഴും നിങ്ങൾ അള്ളാഹുവിൽ പരിപൂർണ്ണ തൃപ്തരാണ്. നിങ്ങൾ നല്ല തൃപ്തരാണ്. ഒന്നിനൊരു കുറവ് അള്ളാഹു വരുത്തിയിട്ടില്ല. അൽഹംദുലില്ലാ. പക്ഷേ അത് മാത്രം കൊണ്ട് നിങ്ങൾക്ക് മരണത്തിൽ രക്ഷപ്പെടാൻ കഴിയുമെന്ന് വിചാരിക്കണ്ട. രണ്ടാമത്തെ ഒന്നുകൂടെ വേണം, അത് മർളിയ. അള്ളാഹ് തിരിച്ച് നിങ്ങളെ തൃപ്തിപ്പെടണം. അതിന് കല്യാണങ്ങൾ സൂക്ഷിക്കണം, അതിന് ആർഭാടങ്ങൾ ഒഴിവാക്കണം, അതിൽ അനാമത്ത് ചെലവുകൾ മാറ്റിവെക്കണം, അതിൽ സഹോദരിമാർ അച്ചടക്കം പാലിക്കുന്നവരാകണം. ഇതൊക്കെ നമ്മൾ ചെയ്താലേ അള്ളാഹ് ഇങ്ങോട്ട് സ്നേഹിക്കൂ. അങ്ങോട്ട് സ്നേഹിച്ചിട്ട് കാര്യമില്ല. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ട് സ്നേഹിക്കുന്നവരായി, പരിപൂർണ്ണ തൃപ്തിയുള്ളവരായി ഈ ലോകത്ത് നിന്ന് വിട പറയുന്നവർക്കാണ് ആദ്യത്തെ മരണം അല്ലാഹു തആല സൂറത്തുൽ ഫജ്റിലൂടെ പറയുന്നത്. അതേതു മരണമാ? അല്ലാഹുവിന്റെ മലായികത്തുകൾ നമ്മുടെ കാടോരത്ത് വന്ന് നിന്ന്, കൺവെട്ടത്ത് വന്ന് നിന്ന് നമ്മളോട് പറയുമെന്നാണ്, ഇർജിഇ ഇലാ റബ്ബികി,
നിന്റെ പടച്ചവനിലേക്ക് നീ അങ്ങ് മടങ്ങിപ്പോക്കോ എന്ന് പറയുമ്പോ ഒരു കൂജയിൽ നിന്ന് പച്ചവെള്ളം ഒഴിക്കുന്നത് എങ്ങനെയാണ്, ഒരു ഫ്ലാസ്കിൽ നിന്ന് വെള്ളമൊഴിക്കുന്നത് എങ്ങനെയാണ്, ഒരു ഗ്ലാസിൽ നിന്ന് വെള്ളമൊഴിക്കുന്നത് എങ്ങനെയാണ്, അതേ ലാഘവത്തോടെ നമ്മുടെ ശരീരത്തിൽ നിന്ന്, തടിയിൽ നിന്ന്, ജഡത്തിൽ നിന്ന് റൂഹ് ഇറങ്ങി പോകുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഒരു ഗ്ലാസ് വെള്ളമെടുക്ക് സഹോദരങ്ങളെ, ഹൗലിൽ കിടക്കുന്ന ഒരു കപ്പെടുക്ക്, എന്നിട്ട് ഒരു കപ്പ് വെള്ളമെടുക്ക്, എന്നിട്ട് ഹൗലിലേക്ക് തന്നെ നിങ്ങൾ വെള്ളമൊഴിച്ച് എന്തെങ്കിലും തടസ്സമുണ്ടോ, എന്തെങ്കിലും വിഷമമുണ്ടോ, എന്തെങ്കിലും പ്രയാസമുണ്ടോ, എന്തെങ്കിലും വിഘാതമുണ്ടോ, വിഘ്നമുണ്ടോ, എന്തെങ്കിലും മാർഗ തടസ്സമുണ്ടോ, ഒന്നുമില്ല, ഒന്നുമില്ല. ഇതുപോലെ നിങ്ങളുടെ റൂഹ് ശരീരത്തിൽ നിന്ന് ഇറങ്ങി പോകുമെന്ന് ലോകത്തിന്റെ നേതാവ്, നമ്മുടെ കൽബിന്റെ രാജാവ്, ലോകവിശ്വാസികളുടെ ജേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ആരെന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ പറയുന്ന രീതിയിൽ പടച്ചവനെ തൃപ്തിപ്പെടുകയും തിരിച്ചല്ലാഹു തൃപ്തിപ്പെടുകയും ചെയ്തുവോ? നിങ്ങൾക്കറിയോ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു ആരാണെന്നറിയോ സഹോദരങ്ങളെ? ഇബ്നു അബ്ബാസ് ആരെന്നറിയോ? ഈ സമൂഹം പഠിക്കേണ്ടത് ഇബ്നു അബ്ബാസിനെയാണ്. ഈ സമൂഹത്തിന് അവരെയൊന്നും അറിയില്ല, ഈ സമുദായത്തിൽ നിന്ന് അവരെയൊന്നും അറിയില്ല. ഇന്നറിയുന്ന കുറെ ക്രിക്കറ്റ് താരങ്ങളാ, ഫുട്ബോൾ താരങ്ങളാ, വോളിബോൾ താരങ്ങളാ, ആർട്ടിസ്റ്റുകളെയാണ്. ഇല്ല ചെറുപ്പക്കാരാ, നിങ്ങൾ പഠിക്കേണ്ടത്, റോൾ മോഡലാക്കേണ്ടത് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസിനെ പോലുള്ളവരെയാണ്. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു മരണപ്പെടുകയാണ്. ആരാണ് ഇബ്നു അബ്ബാസ് എന്നറിയോ? അല്ലാഹുവിന്റെ റസൂൽ ഒരു ദിവസം നെഞ്ചത്തേക്ക് 5 വിരലുകൾ ചേർത്ത് വെച്ചിട്ട് അല്ലാഹുവിന്റെ റസൂൽ ദുആ ഇറക്കുകയാണ്, അല്ലാഹുമ്മ അല്ലിമുൽ കിതാബ്. അല്ലാഹുവേ, ഇബ്നു അബ്ബാസിനെ നീ ഖുർആൻ നേരിട്ട് പഠിപ്പിച്ചു കൊടുക്കണേ അല്ലാഹ്. സഹോദരങ്ങളെ, ഖുർആൻ പഠിപ്പിച്ചു കൊടുത്തതാരാ? ആർക്കും തന്നെ അഭിപ്രായ വ്യത്യാസമില്ല. ലോകത്തിന്റെ നേതാവ് സഹാബത്തിന് ഖുർആൻ പഠിപ്പിച്ചു കൊടുത്തുകൊണ്ടിരിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ ദുആ ചെയ്യുന്ന പോരാ, പടച്ചവനെ ഞാൻ പഠിപ്പിച്ചു കൊടുക്കുന്നത് മാത്രം പോരാ, ഇബ്നു അബ്ബാസിനെ നീ നേരിട്ട് പഠിപ്പിച്ചു കൊടുക്കണേ അല്ലാഹ്. നബി തങ്ങൾ ദുആ ചെയ്തു. ഇബ്നു അബ്ബാസ് ആരായെന്നറിയോ? മഹാന്മാരെ കയ്യിൽ തലയിലൊന്ന് കൈവച്ച് ഓതിയാ മതി, മഹാന്മാരുടെ കൈ പിടിച്ചൊന്ന് മുട്ടിയാ മതി, മഹാന്മാരുടെ ചാരപ്പ് ചെന്ന് അവരുടെ മണമൊന്ന് ആസ്വദിച്ചാ മതി, അവര് നമ്മുടെ മുഖത്ത് നോക്കിയിട്ടൊന്ന് പുഞ്ചിരിച്ചാ മതി, അവര് നമ്മളോട് നീ രക്ഷപ്പെടും മോനെ എന്ന് പറഞ്ഞാ മതി. ഇല്ലെങ്കിൽ എനിക്ക് എന്തിരിക്കുന്നു സഹോദരങ്ങളെ? വിവരമില്ല, എനിക്ക് ഒന്നുമില്ല. എന്റെ ഉസ്താദുമാർ എന്നിൽ തൃപ്തനാണെന്നുള്ള ബോധത്തോട് ഞാൻ നാടിനീളെ പ്രസംഗിക്കുകയാണ്. സഹോദരങ്ങളെ, ഒന്നുമില്ല, ഒന്നുമില്ല. എന്റെ ഉള്ള പൊള്ളയാ, എന്റെ അകം പൊള്ളയാണ്, മനസ്സിനകത്ത് ഒന്നുമില്ല. എന്റെ ഉസ്താദുമാർ എന്നെ പഠിപ്പിച്ചത്, ഞാൻ പഠിച്ച് നിങ്ങളുടെ മുമ്പിൽ ധീരമായി പ്രസംഗിക്കുന്നത് എന്തുകൊണ്ടാണ്? എന്റെ ഉസ്താദുമാർ എന്റെ തലയിൽ കൈവച്ച് ദുആ ചെയ്തത് കൊണ്ടാണ്. എന്നെ സ്നേഹിക്കുന്ന എന്റെ അഭിമന്യരായ ഗുരുനാഥന്മാർ മാണിക്കോട്ട ഉറൂസിന്റെ മുമ്പിൽ ഞാൻ പറയുകയാണ്, സഹോദരങ്ങളെ, ഈ സദസ്സിൽ വരുന്ന മാണിയൂർ ഉസ്താദ് നമ്മുടെ കയ്യിൽ ഒന്ന്, തലയിൽ ഒന്ന് കൈവച്ചിട്ട് നീ രക്ഷപ്പെടുമെന്ന് പറഞ്ഞാ മതി സഹോദരങ്ങളെ. അതാണ് ആരിഫീങ്ങൾ, അതാണ് ഔലിയാക്കൾ, അതാണ് നേതാക്കന്മാർ. അല്ലാഹുവിന്റെ തിരുദൂതരുണ്ട്. തന്റെ മുസബ്ബിഹ വിരലടക്കമുള്ള 5 വിരലുകൾ നെഞ്ചത്തേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് ഇബ്നു അബ്ബാസ് തങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്തത്, അല്ലാഹുമ്മ അല്ലിമുൽ കിതാബ്. അല്ലാഹുവേ, ഇബ്നു അബ്ബാസിനെ നീ ഡയറക്റ്റായി ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കണേ അല്ലാഹ്. ഒരു മാധ്യമമില്ലാതെ, ഒരു ഇടയാളനില്ലാതെ നീ ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കണേ അല്ലാഹ്. ഈ ഒരൊറ്റ ദുആ കാരണം ഇബ്നു അബ്ബാസ് ആരായെന്നറിയോ സഹോദരങ്ങളെ? ഇന്നും ഖുർആനിന്റെ മുഫസ്സിരീങ്ങൾ, ഇന്നും ഖുർആനിന്റെ വ്യാഖ്യാതാക്കൾ, ഇന്നും ഖുർആനിന്റെ പരിഭാഷകർ, ഇന്നും ഖുർആനിന്റെ പണ്ഡിതന്മാർ, ഇന്നും ഖുർആനിന്റെ വരികൾക്കിടയിലൂടെ സഞ്ചരിക്കുന്നവർ, ഇന്നും ഖുർആനിന്റെ ആഴക്കടലിലേക്ക് ഇറങ്ങിയിട്ട് നമ്മുടെ മുമ്പിൽ പവിഴപുത്തുകൾ കൊണ്ടുതരുന്ന ഉലമാക്കൾ അവരുടെ നേതാവായി മാറിയില്ലേ?
ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ലീഡറായി, നേതാവായി, അമീറായി. എന്തിന്റെ അമീറാണ്? എന്തിന്റെ ലീഡർഷിപ്പാണ് കിട്ടിയത്? പാർട്ടിയുടേതല്ല. എന്തിന്റെ അമീറാണ്? ഹജ്ജ് ഗ്രൂപ്പിന്റെയോ ഉംറ ഗ്രൂപ്പിന്റെയോ അല്ല. എന്തിന്റെ നേതാവാണ്? സംഘടനയുടെ നേതാവല്ല. റഈസുൽ മുഫസ്സിരീൻ, ഖുർആനിന്റെ വ്യാഖ്യാതാക്കളുടെ നേതാവായി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അറിയപ്പെട്ടത്. അതെന്തുകൊണ്ടാണ് സഹോദരങ്ങളെ? നബി തങ്ങളുടെ ഒരു ദുആയാ. ഈ മഹാൻ ഈ ലോകത്തു നിന്ന് വിട പറഞ്ഞു പോയി. ഈ മഹാൻ ഈ ലോകത്തു നിന്ന് വിട പറഞ്ഞു പോയി. ആ സമയത്ത് അദ്ദേഹത്തിന്റെ മയ്യത്ത് 3 വെള്ള തുണിയിൽ പൊതിഞ്ഞ് സഹോദരങ്ങളെ ഖബറാകുന്ന ഇടത്താവളത്തിലേക്ക് ഇറക്കി വെക്കുമ്പോ ആകാശത്തിൽ നിന്നൊരു അശരീരി മുഴങ്ങുകയാ. ആകാശത്തിൽ നിന്നൊരു അശരീരി മുഴങ്ങുകയാ. നമുക്കതിനുള്ള ഭാഗ്യം വേണം ചെറുപ്പക്കാരാ. നമുക്കതിനുള്ള ഭാഗ്യം വേണം പ്രിയപ്പെട്ട പെങ്ങള്. അത് നമ്മൾ ഖുർആനിലേക്ക് മടങ്ങണേ, ഹദീസുകളിലേക്ക് മടങ്ങണേ ചെറുപ്പക്കാരാ. ഇബ്നു അബ്ബാസ് തങ്ങളുടെ മയ്യത്ത് ഖബറിലേക്ക് എടുത്തു വെച്ചപ്പോ വാനലോകത്തിൽ നിന്നൊരു അശരീരി മുഴങ്ങുകയാ. എല്ലാവരും അത്ഭുതപ്പെട്ടു പോയി, സംഭീതരായി, പരിഭ്രമചിത്തരായി, സ്തബ്ധരായി. എന്തായി കേൾക്കുന്നത്? ആരായി ഓതുന്നത്? ആർക്കും അറിയില്ല, ആർക്കും അറിയില്ല. ആകാശലോകത്തിൽ നിന്ന് കേട്ടുമോളെ. എന്താണ് അശരീരി മുഴങ്ങിയതെന്നറിയോ? യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജി ربك راضية مرضية. അശരീരി മുഴങ്ങുന്ന സമയത്ത് സഹോദരങ്ങളെ അല്ലാഹുവിന്റെ പരിശുദ്ധമായ സ്വർഗ്ഗത്തിൽ നിന്ന് അവന്റെ കാരുണ്യത്തിന്റെ പ്രതീകമായി ഒരു പക്ഷിയുടെ കോലത്തിൽ അല്ലാഹുവിന്റെ കാരുണ്യം ഖബറിലേക്ക് ഇറങ്ങി വരികയാണ്. ആ പക്ഷി നേരെ പറന്നിറങ്ങി ഖബറിനകത്തേക്ക് പോകുകയാ. ആളുകളെ നോക്കി ഖബറിൽ നിന്ന് തിരിച്ച് പക്ഷി പറന്നുയരുന്നില്ല. എന്നാൽ ഖബറിനകത്ത് മുഴുവനും മരിച്ചു പെറുക്കി നോക്കി, ഖബറിനകത്ത് പക്ഷിയില്ല. ഏതാണ് കടന്നു വന്നതെന്നറിയോ? അല്ലാഹുവിന്റെ സമാധാനത്തിന്റെ പ്രതീകമാ. എന്തുകൊണ്ട് നേടി സഹോദരങ്ങളെ? അല്ലാഹുവിന്റെ ഖുർആൻ മുറുകെ പിടിച്ചത് കൊണ്ടാ. 0.0% പോലും ഖുർആൻ അനുസരിച്ച് ജീവിച്ച മഹാന്മാരാ. അത്തിപ്പറ്റ ഉസ്താദ് അങ്ങനത്തെയാണല്ലേ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ മഹാരഥന്മാർ അങ്ങനെയല്ലേ. ദക്ഷിണ കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറഞ്ഞാൽ തെക്കൻ കേരളത്തിൽ തൃശ്ശൂർ മുതൽ പിന്നെ അങ്ങോട്ട് ദക്ഷിണ കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന മഹാപ്രസ്ഥാനമാണ്. അത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അംഗീകരിച്ചതാണ്. സഹോദരങ്ങളെ, ഞാൻ സംഘടന പറയുന്നതല്ല, ഞാൻ സംഘടനാ പക്ഷപാതിത്വം പറയുന്നതല്ല. പക്ഷെ നിങ്ങൾ അറിയണേ, മഹാനായ അസ്ഹരി തങ്ങൾ വഫാത്തായി. സമസ്തയുടെ പ്രസിഡന്റായിരുന്ന അസ്ഹരി തങ്ങൾ വഫാത്തായി. മഹാനുഭാവന്റെ പ്രിയപ്പെട്ട ശിഷ്യനായിരുന്നല്ലോ. ഈ അടുത്ത സമയത്ത് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ടു പോയി. 86 വയസ്സെത്തിയിട്ട് മരണപ്പെട്ടു. ഈ 86ാമത്തെ വയസ്സിൽ മരണപ്പെടുമ്പോൾ 3 ദിവസങ്ങൾക്ക് മുമ്പ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന സമയത്തും ദർസി കിതാബുകൾ എടുത്തു കൊടുത്ത, ബുഖാരി എടുത്ത് തന്റെ പ്രിയപ്പെട്ട പൊന്നുമക്കൾക്ക് പാഠം എടുത്തു കൊടുത്ത VM ഉസ്താദ് എന്ന് പറയുന്ന ദക്ഷിണ കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രസിഡന്റ് ആയിരുന്ന ആദരണീയനായ VM മൗലവി ഉസ്താദിനെ പറ്റിയിട്ട് ഈ അടുത്ത സമയത്ത് ഒരു കമന്റ് കണ്ടു. നാണമില്ലേടാ ചെറുപ്പക്കാരാ, സംഘടന എന്നുണ്ടായി പൊന്നുമോനെ. ഒരു ഉമർ എന്ന് പേരുള്ള ഒരു വൃത്തികെട്ടവൻ, അവനെ ഞാൻ ഉമർ എന്ന് വിളിക്കില്ല, കുമാർ എന്നോ എന്തോ വിളിക്കുള്ളൂ. കാരണം എന്തെന്നറിയോ? ഈ പറയുന്ന വാക്കൊരു മുസ്ലിമിനെ കൊണ്ട് പറയാൻ കഴിയില്ല. അവൻ ആദരണീയനായ VM ഉസ്താദിനെ പറ്റി പറഞ്ഞത് അല്ലാഹുവിന്റെ ഒരു ശത്രു കൂടി നാട് നീങ്ങിയെന്നാണ്. എങ്ങനെ പറയാൻ കഴിയുന്നടാ? എങ്ങനെ പറയാൻ കഴിയുമെന്നടാ? അള്ളാന്റെ ദീനിന് തെക്കും വടക്കുമെന്നുണ്ടോ? അള്ളാന്റെ ദീനിന് കേരളവും തമിഴ്നാടും എന്നുണ്ടോ? അള്ളാന്റെ ദീനിന് ഇന്ത്യയും പാകിസ്ഥാനും എന്നുണ്ടോ? അള്ളാഹുവിന്റെ ദീനിന് യൂറോപ്പും ഏഷ്യയും എന്നുണ്ടോ? അള്ളാഹുവിന്റെ ദീനിന് ആകാശവും ഭൂമിയെന്നുമുണ്ടോ? അള്ളാഹുവിന്റെ ദീനിന് സ്വർഗം നരകങ്ങളെന്നുണ്ടോ? ഇല്ല മുസ്ലിമേ. അത്തിപ്പറ്റ ഉസ്താദ് ജീവിച്ചിരിക്കുമ്പോ, ആ മഹാനുഭാവൻ ജീവിച്ചിരിക്കുമ്പോ
വിളിക്കുന്ന വലിയാണെന്ന് ഇടുക്കി ജില്ലയിലെ ഒരു പ്രസംഗത്തിൽ എനിക്ക് അനുഭവപ്പെട്ട കറാമത്ത്, എനിക്ക് അനുഭവപ്പെട്ട നേരിട്ട് എന്റെ കണ്ണുകൊണ്ട് കണ്ട, എന്റെ കാതുകൊണ്ട് ഞാൻ കേട്ട അത്ഭുതം വിശദീകരിച്ചുകൊണ്ട് തിരുവനന്തപുരം ജില്ലയിലെ പള്ളിപ്പുറം എന്ന് പറയുന്ന പ്രദേശത്ത് ഞാൻ പ്രസംഗിക്കുമ്പോ അതിന്റെ ക്ലിപ്പ് വൈറലായി ഫത്ഹുൽ ഫത്താഹിന്റെ അകത്തളത്തിൽ വരെ എത്തിയപ്പോ അതിന്റെ അടിയിൽ കമന്റ് ബോക്സിൽ ഒരു മുസ്ലിമാണ് കമന്റ് എഴുതിയിരുന്നത്. വെറുതെ ഒരു വലിയനെ കൂടെ കിട്ടിയിരിക്കുകയാണ്, എവിടെ കൊണ്ട് വെക്കുമടോ, എവിടെ ചെന്ന് നിൽക്കുമടോ, ഇപ്പറയും പരീക്ഷണം വന്നിട്ട് പോരേടാ. ഉലമാക്കളെ തള്ളിപ്പറയല്ല മോനെ, അലിമീങ്ങളെ തള്ളിപ്പറയല്ല മോനെ. അലിമീങ്ങളെ വിളക്കാണ്, ഉലമാക്കളെ പ്രകാശ ദീപമാണ്, പ്രഫുല്ലമാണ്, പ്രോജ്വല പ്രഭയാണ്. അവര് നഷ്ടപ്പെട്ടു പോയാ ഈ ലോകം അന്ധകാരത്തിലാണ്, ഇരുളിലാണ്, അജ്ഞതയിലാണ്, മലാലിയത്തിലാണ്, ജാഹിലിയത്തിലാണ്. അതുകൊണ്ട് ഉലമാക്കളിൽ ജീവിച്ചിരിക്കുന്ന മഹാന്മാർക്ക് വേണ്ടി ദുആ ചെയ്യണേ. അല്ലാഹുവേ ആഫിയത്ത് കൊടുക്കണേ അല്ലോ, ദീർഘായുസ് കൊടുക്കണേ അല്ലോ. ഇന്ന് വിടുവായുത്വം പറയുന്നവരെ നിയമസഭകളിൽ വരുന്നു, ഇന്ന് പാർലമെന്റുകളിൽ വിടുവായുത്വം പറയുന്നവർ വരുന്നു. നമ്മുടെ നീതിപീഠങ്ങളിൽ നിന്ന് പോലും നമുക്ക് നീതി കിട്ടാത്ത കാലഘട്ടത്തിൽ അല്ലാഹുവിന്റെ ദീനിന്റെ ദിശാബോധം നൽകേണ്ട ഉലമാക്കളാണ്. ആ ഉലമാക്കളുടെ ആയുസ്സിന് വേണ്ടി ദ്വാരക്കണേ ചെറുപ്പക്കാരാ, ആ ഉലമാക്കളുടെ ദീർഘായുസ്സിന് വേണ്ടി ദ്വാരക്കണേ പൊന്നുമോനെ. അവര് മരണപ്പെട്ടു പോയാൽ, ഈ നവാസ് മന്നാനി എന്ന ഞാൻ മരിച്ചു പോയാൽ എന്റെ മക്കൾക്ക് മാത്രമേ നഷ്ടം വരൂ, ലോകത്ത് വേറെ ആർക്കും നഷ്ടമില്ല. എന്നെക്കാൾ പ്രസംഗിക്കുന്ന ആയിരക്കണക്കിന് പണ്ഡിതന്മാര് വരും, പക്ഷേ ഉലമാക്കള് മഹത്തുക്കൾ മാണിയൂർ ഉസ്താദിനെ പോലെ, അവാർഡ് ഉസ്താദിനെ പോലെ, ചേലക്കാട് ഉസ്താദിനെ പോലെ, ചെറുവാളൂർ ഉസ്താദിനെ പോലെ, ജിഫ്രി തങ്ങളെ പോലെ, ആലിക്കുട്ടി ഉസ്താദിനെ പോലെ, മഹാന്മാരായ ചേലക്കുളം ഉസ്താദിനെ പോലെ, സുന്നി ജംഇയ്യത്തുൽ ഉലമയുടെ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ, അതുപോലെ കേരളത്തിന്റെ 4 പണ്ഡിത പ്രസ്ഥാനങ്ങളിൽ നിന്ന് ഉലമാക്കൾ മരണപ്പെട്ടു പോയാ നമുക്ക് നഷ്ടമാകുന്നത് സഹോദരങ്ങളെ സമുദായത്തെയാണ്. ഈ ലോകം തന്നെ മരിച്ചു പോവുകയാണ്. മൗത്തുൽ ആലിമി മൗത്തുൽ ആലമീ, പണ്ഡിതന്റെ മരണം ലോകത്തിന്റെ മരണമാണത്രേ. അതുകൊണ്ട് സഹോദരങ്ങളെ ദുആ ചെയ്യന്, അല്ലാഹു നമുക്ക് നല്ല മരണം തരട്ടെ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഖബർ അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ പ്രതീകമാണ് പറന്നിറങ്ങിയത്. അവിടെ കേട്ട അശരീരി എന്താണ്? റാളിയതൻ മർലിയ. അല്ലാഹുവിനെ അങ്ങോട്ടും തിരിച്ച് പടച്ചവൻ ഇങ്ങോട്ടും തൃപ്തിപ്പെട്ടിരിക്കുകയാണെന്നുള്ള സുന്ദരമായ സന്ദേശം. അതിനുവേണ്ടി നമ്മൾ ചെയ്യാനുള്ളത് 3 കാര്യങ്ങൾ. ശ്രദ്ധിച്ച് കേൾക്കണം. ഇപ്പൊ നമ്മൾ ഫളായിലെ കേട്ടോളൂ, ശ്രേഷ്ഠത കേട്ടോളൂ, മരണം എങ്ങനെയെന്നേ കേട്ടോളൂ. ഇനി എങ്ങനെ ജീവിക്കണമെന്നതായി പറയാൻ പോകുന്ന 3 കാര്യങ്ങൾ ഞാൻ ഉറപ്പ് പറയാം. 100%, 100%, ലാ ശക്ക ഫീഹി വലാ റൈബ ഫീഹി, ഒരു സംശയം വേണ്ട. ഈ പറയാൻ പോകുന്ന 3 കാര്യം ഞാനും നിങ്ങളും ചെയ്യുമെങ്കിൽ നമുക്ക് മരിക്കാൻ നേരത്ത് അല്ലാഹുവിന്റെ മലായികത്തുകൾ പറയുന്ന ഏറ്റവും മനോഹരമായ വാചകം, ഇർജിഇ ഇലാ റബ്ബിക് റാളിയതൻ മർലിയ. അല്ലാഹു നമുക്കതിനുള്ള ഭാഗ്യം തരട്ടെ. 3 കാര്യങ്ങൾ. 1, 2 ഒരു ചെറിയ സൂറത്തിലൂടെ തന്നെ അല്ലാഹു നമ്മളെ പഠിപ്പിച്ചു. ആദ്യത്തെ 2 കാര്യങ്ങൾ ഏതാണ്? അതൊരു പക്ഷേ നമ്മൾ അത് 2ഉം പൂർത്തീകരിച്ചവരായിരിക്കും. ഈ പറയാൻ പോകുന്ന 2 കാര്യം നമ്മൾ കൃത്യമായി ചെയ്യുന്നവരാണ്. പക്ഷെ 3ാമത് വേറൊരു സൂറത്തിലൂടെ അല്ലാഹു തആല ഒരു കാര്യം കൂടെ പറഞ്ഞു. അത് ഒരു പക്ഷെ നമ്മളെ കൊണ്ട് ചെയ്തു തീർക്കാൻ കഴിയില്ല. അതും കൂടെ പൂർത്തീകരിച്ചാലേ നമുക്ക് മരിക്കുന്ന നേരത്ത് മലായികത്തുകൾ വന്നിട്ട് സന്തോഷത്തോടെ റബ്ബിലേക്ക് മടങ്ങിക്കോ, അങ്ങോട്ടും ഇങ്ങോട്ടും 2 വേ, അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹമാണ്. പടച്ചവന്റെ സ്നേഹത്തിന് അതിരുകളില്ല, അവാച്യമാണ്, അവർണ്ണനീയമാണ്, അചിന്തനീയമാണ്. നമുക്കത് പറയാൻ നിർവചിക്കാൻ കഴിയില്ല. അല്ലാഹു നമുക്ക് നല്ല മരണം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, ആദ്യത്തെ 2 കാര്യം ഞാൻ പറയാം. അത് ഞാൻ വിശദീകരിക്കില്ല, കാരണം ഏറെക്കുറെ നമ്മളൊക്കെ അതിന്റെ ആളുകളാണ്. ഏതൊക്കെയാണ്? അല്ലാഹ് പറയുകയാണ്, ഇന്നല്ലദീന ആമനൂ വഅമിലുസ് സാലിഹാത്ത് ഉലൈക ഹും ഖൈറുൽ ബരിയ. ഇന്നല്ലദീന ആമനൂ, സങ്കടപ്പോടെ ഈമാനിനെ സൂക്ഷിക്കുന്നവരുണ്ടല്ലോ, ആരുടെ മുന്നിലും ഈമാൻ അടിപതറുകയില്ല, ആരുടെ മുന്നിലും
ഈമാൻ പതറിപ്പോവുകയില്ല. അങ്ങനത്തെ ഇസ്തിഖാമത്തുള്ള ഈമാനുള്ള മുഅ്മിനെ വഅമിലു സൽക്കർമ്മങ്ങളും നീ ചെയ്തുവെന്നാൽ ഉലൈക ഹും ഖൈറുൽ ബരിയ, ഈ ഭൂമിയിലെ ഏറ്റവും നല്ലവരും നിങ്ങൾ തന്നെയാണ്. നിങ്ങൾ തന്നെയാണ്. നിങ്ങളുടെ മുകളിലൂടെ പറവ പോലും പറക്കില്ല. നിങ്ങളെക്കാൾ മഹത്വമുള്ളത് ലോകത്ത് വേറെ ആരുമില്ല. ഇന്ന് സഹോദരങ്ങളെ വർഗീയമായി ചിന്തിച്ചുകൊണ്ട് ഓരോ ഹർത്താലുകൾ വരുമ്പോൾ വിളിച്ചു പറയുന്നു, ഒരൊറ്റ മുസ്ലിം പള്ളി കേരളത്തിലുണ്ടാകില്ല. അവരോട് പറയുന്നു, ഒരൊറ്റ ക്ഷേത്രം പോലും ഈ കേരളത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകൂല. ഒരൊറ്റ ചർച്ച് പോലും ഈ കേരളത്തിൽ നിന്ന് പിഴുതു മാറ്റപ്പെടില്ല. ഒരൊറ്റ ബുദ്ധവിഹാരം പോലും, ഒരു ഗുരുദ്വാര പോലും ഈ കേരളത്തിൽ തകർത്തെറിയപ്പെടില്ല. ഒപ്പം ഒരൊറ്റ പള്ളിയുടെ ഒരു ഓട് പോലും ഇവിടെ നിന്ന് ഇളകിപ്പോകൂല. കാരണം എന്താണ്? ഇന്നല്ലദീന ആമനൂ വഅമിലു സാലിഹാത്ത് ഉലൈക ഹും ഖൈറുൽ ബരിയ. ആളുകൾ പറയുന്നതിന് അതേ ഭാഷയിൽ മറുപടി കൊടുക്കാൻ ഒരു മുസ്ലിമിനെ കൊണ്ട് കഴിയില്ല. എന്തുകൊണ്ടാണ്? യവൻ ഖൈറുൽ ബരിയയാണ്, ലോകത്തെ ഏറ്റവും നല്ലവൻ അവനാണ്. അപ്പൊ എങ്ങനെ സഭ്യതയില്ലാത്ത വാക്ക് അവനിൽ നിന്ന് വരിക? അതുകൊണ്ടാണ് നേരത്തെ ഞാൻ ഉമറിനെ കുമാരെന്ന് വിളിച്ചത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു മുസ്ലിമിന്റെ വായിൽ നിന്ന് മോശപ്പെട്ട ഒരു വാക്ക് ഒരു മതവിശ്വാസിയുടെ മുഖത്ത് നോക്കിയിട്ടും വരില്ല, ഒരു കാരണവശാലും വരില്ല. അള്ളാഹു ഈ രണ്ട് വിശേഷണമുള്ളവരെ പറ്റി പറഞ്ഞത് എന്താണ്? റളിയല്ലാഹു അൻഹും വറളു അൻഹു. ഈമാനും അമലു സ്വാലിഹാത്തും ഉണ്ടെങ്കിൽ അല്ലാഹു പറഞ്ഞു, റളിയല്ലാഹു അൻഹും വറളു അൻഹു. അല്ലാഹുവിനെ എവരെ തൃപ്തിപ്പെട്ടിരിക്കുകയാണ്, അല്ലാഹു എവരെയും തൃപ്തിപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് മരിക്കുന്ന നേരത്ത് മലായികത്തുകളെ കടന്നു വന്ന് വിണ്ണിൽ നിന്ന് മണ്ണിലേക്ക് അനുസ്യൂത പ്രവാഹമായി മാലാകമാരുടെ ഘോഷയാത്ര തന്നെ കടന്നു വന്ന് നമ്മുടെ റൂഹിന്റെ ചാരത്ത് വന്ന് പറയണം, പരിശുദ്ധാത്മാവേ മടങ്ങിപ്പോക്കോ. അല്ലാഹുവിന്റെ അടുത്ത് നീ അങ്ങോട്ടും ഇങ്ങോട്ടും തൃപ്തിപ്പെടുന്ന അവസ്ഥയിൽ മടങ്ങിപ്പോക്കോ. അത് പറയിപ്പിക്കാൻ നമ്മൾ ചെയ്യേണ്ട രണ്ട് കാര്യങ്ങൾ: ഒന്ന് അചഞ്ചലമായ ഈമാൻ, രണ്ട് അമലു സ്വാലിഹാത്ത്. അല്ലാഹു നമുക്ക് അതിനുള്ള ഭാഗ്യം തരട്ടെ. സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന സഹോദരങ്ങൾ, 5 നേരത്തെ നിസ്കാരം, റമളാനിൽ 30 നോമ്പ് കിട്ടിയാൽ, ഇല്ലെങ്കിൽ 29, കാപ്പാട് കണ്ട 29, എപ്പോഴും കാപ്പാടാ കാണുന്നത്. പെരുന്നാളിൻ്റെത് പെട്ടെന്നൊന്നും കാണൂല, നോമ്പിൻ്റെത് പെട്ടെന്നൊന്നും കാണൂല. പെരുന്നാളിന്റെ ഏതെങ്കിലും കാപ്പാട്, ഏതെങ്കിലും കാക്ക കാണും. അതാണ് ഒരു പ്രത്യേകത. കാരണം എന്താണ്? പിറ്റന്നോല് ഭക്ഷണം കഴിക്കാമല്ലോ. അത് റസൂലുള്ള പറഞ്ഞ ഒരു അത്യാഗ്രഹമാണ്. നോമ്പുകാരന് 2 സന്തോഷമാണ്. ഒന്ന് പടച്ചോനെ കാണാനുള്ള സന്തോഷം, മറ്റൊന്ന് നോമ്പ് തുറക്കാനുള്ള ആക്രാന്തം. ഇത് ഈമാനിന്റെ ഭാഗം തന്നെയാണ്. അല്ലാതെ ബാങ്ക് കേൾക്കുമ്പോ ഇത്രയും നേരം ഇരിക്കാൻ പിന്നെ ഇശാക്ക് നോമ്പ് കുറിച്ചാൽ മതി എന്ന് പറയുന്ന മുഅ്മിനല്ല. ബാങ്ക് കേൾക്കുമെന്നറിഞ്ഞാൽ മൈക്കിൽ കൊട്ടുന്ന ശബ്ദം കേട്ട് ബാങ്കാണെന്ന് ഉറപ്പിച്ചു, അപ്പോഴേ നോമ്പ് തുറന്നേക്കണം. ഏതുവരെ കഴിക്കണം? മുഴുവൻ സമയം കഴിക്കണമെന്നല്ല, പിന്തിക്കൽ സുന്നത്താണ്, ഇടയത്താണ്. ഏതുവരെ? മൈക്കിൽ കൊട്ടി സുബഹിയുടെ ബാങ്ക് വിളിക്കുന്നതിന് ഏതാനും സെക്കൻഡുകൾക്ക് മുമ്പ് അവസാനിപ്പിക്കണം. അതാണ് നബി തങ്ങൾക്ക് ഇഷ്ടം. എന്ന് പറഞ്ഞാൽ നിങ്ങൾ മുഴുവൻ സമയം പട്ടിണി കിടക്കലല്ല, മറിച്ച് അള്ളാഹു പറഞ്ഞ സമയം അതിന് തൊട്ടു മുമ്പും കഴിക്കണം, പറഞ്ഞു തീരുന്ന സമയത്തും കഴിച്ചിരിക്കണം. പിന്നെ നിങ്ങൾ കഴിക്കാതിരിക്കുക. പിന്നെ ഡോക്ടർമാർ നിങ്ങൾ കേട്ടോളെ, ഇത് പടച്ചോ പറഞ്ഞ കേൾക്കണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈമാനും അമലു സ്വാലിഹാത്തും ഉണ്ടെങ്കിൽ നമുക്ക് മരിക്കുന്ന നേരം ഈ പറയുന്ന കോലത്തിൽ മരിക്കാൻ കഴിയും. പക്ഷേ ഇതെല്ലാവർക്കും ഉണ്ട്, ഇത് 2 കൂട്ടം ആളുകൾക്കുമുണ്ട്. പക്ഷേ ഇനി പറയാൻ പോകുന്ന ഒന്ന്, അത് നമുക്ക് ഉണ്ടാക്കിയെടുക്കണം. ഈ സദസ്സിൽ വെച്ച് പ്രതിജ്ഞ എടുക്കണം. അതേതാ? ശ്രദ്ധിച്ചു കേട്ടോളെ. ഇത് പറയുമ്പോഴാണ് ഒരുപക്ഷെ നിങ്ങൾക്ക് എന്നോട് ദേഷ്യം ഉണ്ടാവുക. നിങ്ങൾക്കെന്ന് ഉദ്ദേശിക്കുന്നത് ഞാൻ ശ്രോതാക്കൾ എന്നെ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അത് നിങ്ങളാകാം, ലൈവിലൂടെ കാണുന്നവരാകാം, ഭാവിയിൽ ഇത് കേൾക്കുന്നവരാകാം. അങ്ങനാണല്ലോ. നമ്മൾ ഏറ്റവും കൂടുതൽ തെറി വിളിക്കുന്നത് ആരാണ്? എന്റെ സഹോദരങ്ങളെ, ഇതിനൊന്നും വേറെ ഒരു ജോലിയുമില്ല. എന്തെല്ലാം ജോലിയുണ്ട്. ഇതൊന്നും ജോലി ചെയ്യാതെ ഞാൻ കണ്ണൂർ കവ്വായി എന്ന് പറയുന്ന പ്രദേശത്ത് ശബരിമലയുടെ വിഷയം വന്നപ്പോ ഞാൻ പ്രസംഗിച്ചു. എന്റെ നിലപാട് ഞാൻ പറഞ്ഞു. എന്താ എനിക്ക് പറയണ്ടേ?
ഞാൻ ഇന്ത്യൻ പൗരനല്ലേ? ഞാൻ പറഞ്ഞു, ഇവിടെ സ്ത്രീകൾ ശബരിമലയിൽ കയറണോ കയറണ്ടേ എന്ന് പറയേണ്ടത് നമ്മുടെ ജംഇയ്യത്തുൽ ഉലമകളല്ല, പോലീസല്ല, നിയമസഭയല്ല, ഹൈക്കോർട്ടല്ല, സുപ്രീം കോർട്ടല്ല, മുസ്ലിം പണ്ഡിതന്മാരല്ല, മെഹ്റാബുകളും മിമ്പറുകളുമല്ല, മജ്ലിസുൻ നൂറും മതവിജ്ഞാന സദസ്സുകളുമല്ല. മറിച്ച് ആ വിഷയത്തെ പറ്റി പറയേണ്ടത് ഋഗ്വേദവും അഥർവവേദവും രാമായണവും ഭഗവത്ഗീതയും കലക്കി കുടിച്ച അവിടുത്തെ സ്വാമിജിമാരും ഹിന്ദു പണ്ഡിതന്മാരും പുരോഹിതന്മാരും അവരുടെ മതാചാരങ്ങളെ പറ്റി മനസ്സിലാക്കിയ മതമേലധ്യക്ഷന്മാര് പറയണം. മുസ്ലിം പെണ്ണുങ്ങൾ പള്ളി കയറണോ വേണ്ടയോ എന്ന് നടിമാരല്ല പറയേണ്ടത്, വേറെ ആരുമല്ല പറയേണ്ടത്. അത് പറയേണ്ടത് ഇവിടുത്തെ ജംഇയ്യത്തുൽ ഉലമകളാണ് എന്ന് ഞാൻ പ്രസംഗിച്ചു. ഈ പ്രസംഗത്തിന്റെ ക്ലിപ്പും ഇങ്ങനെ വൈറലായി. അതിന്റെ അടിയിൽ സിനിമാ നടൻ പപ്പനോ ഏതോ ഒരു പേരുള്ള ബിജു പപ്പൻ എന്ന് പറയുന്ന ഒരു സിനിമാ നടൻ, ആർട്ടിസ്റ്റാണ് അദ്ദേഹം പോലും ഈ ക്ലിപ്പ് എടുത്ത് അദ്ദേഹത്തിന്റെ FB-യിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നു. 2-3 ദിവസം കൊണ്ട് 45 ലക്ഷം ആളുകൾ 35 ലക്ഷം ആളുകൾ കണ്ടിരിക്കുന്നു. ഇതിനടിയിലുള്ള കമന്റുകൾ ഒരു ദിവസം ഒരു സഹോദരൻ എനിക്ക് വായിക്കാൻ വേണ്ടി അയച്ചു തന്നു. എല്ലാ ഹിന്ദുക്കളും പറഞ്ഞു നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, സപ്പോർട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട്. അതിനിടയിൽ ചില ആളുകൾ, മുസ്ലിം സഹോദരങ്ങൾ, അവര് പറയുന്നു ഇയാൾക്ക് എന്തിന്റെ സോക്കേടാണ്, മുസ്ലിം പെണ്ണ് പള്ളി കയറിയ എന്താ പ്രശ്നം, അവിടെ കൊണ്ടുപോകുന്നില്ല. ഇങ്ങനെ കുറെ മെസ്സേജുകൾ. എന്തിനാണ് സഹോദരങ്ങളെ? എന്തെല്ലാം നല്ല കാര്യങ്ങൾ നമുക്ക് ചെയ്യാനിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ പറയാൻ, ഈ മൂന്നാമത് നമ്മൾ ചെയ്യണമെന്ന് പറഞ്ഞ കാര്യം പറയുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്ക് എന്നോട് എന്റെ നിലപാടുകൾക്ക് നിങ്ങൾക്ക് വ്യത്യാസം, നിങ്ങൾക്ക് ഒരുപക്ഷെ എതിര് വന്നേക്കാം. പക്ഷേ ഖുർആൻ ആയതുകൊണ്ട് ഞാൻ കൃത്യമായി പറയുന്നു. സൂറത്തുൽ മുജാദലയിലൂടെ അല്ലാഹ് പറയുകയാണ്, ലാ തജിദു ഖൗമൻ യുമിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിരി യുവാദ്ദൂന മൻ ഹാദ്ദല്ലാഹ വറസൂലഹു. സൂറത്തുൽ മുജാദലയിലൂടെ അല്ലാഹ് പറയുകയാണ്, നബിയെ പറഞ്ഞു കൊടുക്കണേ, ലാ തജിദു ഖൗമൻ, ഒരു ജനതയെ നിങ്ങൾക്ക് എത്തിക്കാൻ കഴിയില്ല. എങ്ങനെയുള്ള ജനതയാണ്? അല്ലാഹുവിനെ കൊണ്ടും പ്രവാചകരെ കൊണ്ടും അന്ത്യദിനത്തെ കൊണ്ടും വിശ്വസിക്കുന്നവരാ എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ മുഅ്മിനീങ്ങൾ, ആ മുഅ്മിനീങ്ങളെ ഒരിക്കലും നബിയെ അങ്ങ് കാണുകയില്ല, അങ്ങ് എത്തിക്കാൻ അങ്ങക്ക് കഴിയില്ല. യുവാദ്ദൂന മൻ ഹാദ്ദല്ലാഹ വറസൂല, അല്ലാഹുവും റസൂലും എതിരായ ഒരാളോട് രാജിയാകുന്നതായി അല്ലാഹുവും റസൂലും തള്ളി പറഞ്ഞവരെ നമ്മൾ എങ്ങനെയാണ് ജീവിതത്തിൽ സംശീകരിക്കുക? അല്ലാഹു റസൂല് പോടാ എന്ന് പറഞ്ഞവരെ എങ്ങനെയാണ് വാടാ എന്ന് പറയാൻ നമുക്ക് കഴിയുക? അല്ലാഹുവിനെയും റസൂലിനെയും ധിക്കരിക്കുന്നവരോട് രാജിയാകാൻ നമുക്ക് കഴിയില്ല എന്ന് പറഞ്ഞാൽ വർഗീയതയുടെ ആയത്തല്ല സഹോദരങ്ങളെ. അത് മുസ്ലിമാണെങ്കിൽ പോലും അല്ലാഹുവിന്റെയും റസൂലിന്റെയും വാക്ക് ധിക്കരിക്കുന്ന ഒരാളോട് ഞാൻ താദാത്മ്യം പുലർത്തി കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം യഥാർത്ഥ മുഅ്മിനല്ല. ഇത് പറഞ്ഞിട്ട് അല്ലാഹു പറയുന്നത് എന്തെന്നറിയോ? ഉദാഹരണം ഞാൻ പുറകെ പറയാ. ഇത് പറഞ്ഞിട്ട് അല്ലാഹു പറയുകയാ, റളിയല്ലാഹു അൻഹും വറളൂ അൻ. അല്ലാഹു എവരെ തൃപ്തിപ്പെട്ടു, എവരെ പടച്ചവനെയും തൃപ്തിപ്പെട്ടിരിക്കുകയാ. സഹോദരങ്ങളെ, ഈമാനും അമല് സാലിഹാത്തും മാത്രം പോരാ, പിന്നെയോ നമുക്ക് വേണ്ട മൂന്നാമത്തെ ഗുണം എന്തെന്നറിയോ? അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, അല്ലാഹുവിനും റസൂലിനും എതിരാകുന്ന ഒരാളോട് രാജിയാകാം മുസ്ലിമേ നിനക്ക് കഴിയില്ല. എന്റെ പെണ്ണന്മാരോട് ഞാൻ പറയുകയാ, ഭർത്താവ് നിന്നെ വിളിച്ചിട്ട് പറയുന്നു, പെണ്ണേ പെണ്ണേ നമുക്കൊന്ന് ഒടിയന് കാണാൻ പോയാലോ, നമുക്കൊന്ന് ലാലേട്ടന്റെ സിനിമ കാണാൻ പോയാലോ, നമുക്കൊന്ന് മമ്മൂക്കാന്റെ സിനിമ കാണാൻ പോയാലോ. ഈ സമയത്ത് പെണ്ണേ നീ പറയുകയാണ്, എന്റെ ഭർത്താവല്ലേ വിളിക്കുന്നത് പോകാ എന്ന് പറഞ്ഞ് ഭർത്താവിന്റെ ബൈക്കിന്റെ പുറകില് കയറിയിരിക്കുന്ന പെണ്ണേ, നീ മരിക്കുന്ന നേരത്ത് പൊന്നുമോളെ നിന്റെ അടുത്ത് മലായിക്കത്തുകൾ വന്ന് നല്ലപോലെ മരിക്കു പെണ്ണേ എന്ന് പറയില്ല എന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ. സഹോദരങ്ങളെ,
പടച്ചവന്റെ ശരീഅത്ത് എന്താണോ, അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദീസ് എന്താണോ, അതിന് എതിരാകുന്ന ഒരു പ്രവൃത്തി ഒരാൾ ചെയ്യുമ്പോ അതിനോട് കണ്ണടയ്ക്കാ, അതിനോട് രാജിയാകാ, അതിനോട് സന്ധിയാകാ നമ്മളെ കൊണ്ട് കഴിയില്ല, കഴിയില്ല, കഴിയില്ല. അത് എത്ര വലിയ കുടുംബത്തിൽ പറഞ്ഞവരാണേലും, അതെത്ര വലിയവനാണേലും, എത്ര വലിയ കോടീശ്വരനാണേലും നമുക്ക് കഴിയില്ല സഹോദരങ്ങളെ. ഈ ആയത്തിറങ്ങാനുള്ള കാരണം എന്തെന്നറിയോ? ഒരു ദിവസം മഹാനായ അലി റളിയല്ലാഹു അൻഹുവിനെയോ സുബൈർ ഇബ്നുൽ അവ്വാം റളിയല്ലാഹു അൻഹുവിനെയോ മഹാനായ മിഖ്ദാദ് റളിയല്ലാഹു അൻഹുവിനെയോ അല്ലാഹുവിന്റെ റസൂൽ വിളിച്ചിട്ട് പറയുകയാണ്, ശ്രദ്ധിച്ച് ഈ ചരിത്രം നിങ്ങളൊന്ന് കേൾക്കണേ. അല്ലാഹുവിന്റെ റസൂൽ മദീന പള്ളിക്കകത്ത് ഇരുന്നുകൊണ്ട് പെട്ടെന്ന് സ്വഹാബാക്കളിൽ നിന്ന് 3 പേരെ വിളിക്കുകയാണ്. യാ അലി, യാ സുബൈർ, യാ മിഖ്ദാദ്. 3 പേരെയും വിളിച്ചു. 3 പേരും ഇലാ ഹദറത്തി റസൂലില്ലാഹ് ലബ്ബൈക വസഅദൈക യാ റസൂലല്ലാഹ്. ഇതാ ഞാനും വന്നു നബിയേ, അങ്ങ് പറഞ്ഞാലും എന്ന് പറഞ്ഞപ്പോ ആദംബ പൂവായ നബി ഞങ്ങളും മദീനത്തെ പള്ളിക്കകത്തിരുന്ന് പറയുകയാണ്, അല്ലയോ അലിയേ, സുബൈറേ, മിഖ്ദാദേ, റൗളത്തുൽ ഖാഖി എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. ഈ റൗളത്തുൽ ഖാഖി എന്ന പേരുള്ള സ്ഥലത്ത് സാറ എന്ന് പറയുന്ന ഒരു പെണ്ണുണ്ട്. ആ പെണ്ണ് ഒട്ടകക്കട്ടിലിന്റെ പുറത്തിരിക്കുകയാണ്. ആ പെണ്ണിന്റെ കയ്യിൽ ഒരു കത്തുണ്ട്. ആ കത്ത് പെട്ടെന്ന് നിങ്ങൾ വാങ്ങിക്കൊണ്ട് ഇവിടെ എത്തണേ. ഒരു ലെറ്റർ, ഒരു കുറിപ്പ് ആ പെണ്ണിന്റെ കയ്യിലുണ്ട്. ഓടു അലിയേ, ഓടു മിഖ്ദാദേ, പെട്ടെന്ന് പോകണേ സുബൈറേ, ആ പെണ്ണിന്റെ കയ്യിൽ നിന്ന് ആ കത്ത് വാങ്ങി വരണം. ആ പെണ്ണ് എവിടെ ഉണ്ട് നബിയേ? റൗളത്തുൽ ഖാഖിലുണ്ട്. ആ പെണ്ണിന്റെ പേരെന്താ നബിയേ? സാറ എന്നാണ്. ആ പെണ്ണ് അവിടെ എന്തെടുക്കുകയാ? അവള് ഒട്ടകക്കട്ടിലിന്റെ പുറത്തിരിക്കുകയാ. 3 പേര് കുതിരപ്പുറത്ത് കയറി അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ നിന്ന് അമ്പെറിയുന്നത് പോലെ പാഞ്ഞു പോവുകയാ. സഹോദരങ്ങളെ, പാഞ്ഞു ചെന്നപ്പോൾ റൗളത്തുൽ ഖാഖിൽ ആ പെണ്ണരാ ഒട്ടകപ്പുറത്ത് ഒട്ടകക്കട്ടിലിന്റെ അകത്തിരിക്കുകയാ. ഓടിച്ചെന്ന അലിയും മിഖ്ദാദും സുബൈറും പറഞ്ഞു, ഏ പെണ്ണേ സാറാ, നിന്റെ കയ്യിലിരിക്കുന്ന കത്തെനിക്ക് ഇങ്ങ് തരണം, നിന്റെ കയ്യിലിരിക്കുന്ന കത്തിങ്ങത്താ. ആ സമയത്ത് ആ പെണ്ണ് പറഞ്ഞതെന്തെന്നറിയോ? ഇല്ല അലിയേ, എന്റെ കയ്യില് കത്തില്ല. സുബൈറേ, മിഖ്ദാദേ, എന്റെ കയ്യില് കത്തില്ല. സഹോദരങ്ങളെ, അലിയെ തങ്ങൾ വിടുവോ? അലിയെ തങ്ങൾ പറഞ്ഞു, പെണ്ണേ, നിന്റെ കയ്യില് കത്തുണ്ടെന്ന് പറഞ്ഞതാരാ? ഇന്നേ വരെ കള്ളം പറഞ്ഞിട്ടില്ല. അസത്യത്തിന്റെ ലാഞ്ചന തമാശയ്ക്ക് പോലും മതരങ്ങളിൽ നിന്ന് കടന്നു വന്നിട്ടില്ല. ആമിനാടെ പൊന്നുമോ, എന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ നബിതങ്ങളാണ് പറഞ്ഞത്, പെണ്ണേ, നിന്റെ കയ്യിൽ കത്തുണ്ട്. വല്ലാഹി, നീ കത്ത് തന്നില്ലെങ്കിൽ നിന്റെ തുണി ഉരിഞ്ഞായിരുന്നാലും ഞാൻ എടുക്കും. പെണ്ണേ, നിന്നെ വസ്ത്രാഭിഷേകം ചെയ്തിട്ടാണെങ്കിൽ ഞാൻ കത്തെടുക്കുമെന്ന് പറഞ്ഞപ്പോ ആ പെണ്ണ് തലയിൽ കിടന്ന് തട്ടം മാറ്റുകയാ. എന്നിട്ട് മുടിക്കെട്ടിന്റെ ഇടയിൽ നിന്ന് കത്തെടുക്കുകയാ. എന്നിട്ട് അലിയന്റെ കയ്യിൽ കൊടുത്തു. അലിയെ പൊട്ടിച്ചില്ല, അലിയെ വായിച്ചില്ല. ആ കത്തുമായി 3 പേരില് ഹദറത്തി റസൂലില്ലാഹ് നബിതങ്ങളുടെ മുന്നിലേക്ക് പാഞ്ഞെടുക്കുകയാ. നബിതങ്ങളുടെ മുന്നിലെത്തുമ്പോ അല്ലാഹുവിന്റെ റസൂല് കാത്തുനിന്നു. അലി റളിയല്ലാഹു അൻഹു ആ കപ്പെടുത്ത് നബിതങ്ങളുടെ കയ്യിൽ കൊടുത്തു. ആ കത്ത് വായിച്ചിട്ട് നബിതങ്ങൾ ചോദിച്ചു, എവിടെയാണ് ഹാത്തിബ് ഇബ്നു അബീ ബൽതഅ? ഹാത്തിബ് ഇബ്നു അബീ ബൽതഅ എന്ന സഹാബി എവിടെ? ഉമർ തങ്ങൾക്ക് കാര്യം മനസ്സിലായി. നബി തങ്ങളുടെ മുന്നിൽ ഓടി വന്നിട്ട് നബിയോട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, പൊന്നാര നബിയെ, കാര്യം നിങ്ങൾ പറയണം. ഇവൻ എന്താ ചെയ്തത് നബിയെ? നിങ്ങൾ പറ. ഒരു കത്ത് വാങ്ങിക്കൊണ്ട് വരാൻ പറഞ്ഞതിൽ എന്തോ രഹസ്യമുണ്ട്. എന്നിട്ട് ആ കത്ത് പൊട്ടിച്ച് വായിച്ചിട്ട് ഹാത്തിബിനെ തിരക്കിയതിലും കാര്യമുണ്ട്. എന്താന്ന് നബിയെ പറ, ഇല്ലെങ്കിൽ ഞാൻ അവനെ പടച്ചോനാണ് കൊന്നുകളയുമെന്ന് പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഹാത്തിബേ, നീ
തന്നെ പറയടാ. എന്താണ് കത്തിന്റെ ഉള്ളടക്കമെന്നറിയോ? മദീനത്തെ പള്ളിയിലിരുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചില നീക്കങ്ങളെ ശത്രുക്കെതിരെ നടത്തുകയാണ്. അത് ചാരപ്പണി നടത്തിയത് അത് രഹസ്യമായും മക്കക്കാർക്ക് എത്തിച്ചു കൊടുക്കുകയാണ് സഹാബി. കൂട്ടത്തിൽ തന്നെ കള്ളനുണ്ടായിരുന്നു, കപ്പലിൽ തന്നെ കള്ളനുണ്ടായിരുന്നു. ഹാത്തിബ് കത്തെഴുതി നബി തങ്ങളുടെ നീക്കം ഇന്ന രീതിയാണ് എന്ന് മക്കക്കാരും മുശ്രിക്കീങ്ങളെ ശത്രുക്കൾക്ക് കത്തെഴുതുകയാണ്. അത് ഈ പെണ്ണെന്ന സാറ എന്ന പെണ്ണിന്റെ കയ്യിൽ കൊടുത്തു. സാറ നേരെ മക്കയിലെ കുഫാറുകളുടെ ഫാസിസ്റ്റുകളുടെ കയ്യിൽ കൊണ്ട് കൊടുക്കുമ്പോ അവര് നബി തങ്ങൾക്കെതിരെ ശക്തമായ നിലപാടെടുക്കണം. അതിനു വേണ്ടിയിട്ട് കത്തെഴുതി കൊടുത്തു വിട്ടു. ഇനി ചോദിക്കാൻ ഉമറിനെ കൊണ്ട് കഴിയില്ല. പെട്ടെന്ന് വാളങ്ങ് വലിച്ചൂരി ഹാത്തിബ് ബിൻ അബീ ബൽത എന്ന സഹാബിയുടെ കഴുത്തിലേക്ക് വാള് വെക്കുകയാ. നബിയെ ഒന്ന് മിണ്ടിയാൽ, നബിയെ ഒന്ന് സംസാരിച്ചാൽ, നബിയെ ഒന്ന് ആംഗ്യം കാണിച്ചാൽ, നബിയെ ഒന്ന് അനുവാദം തന്നാൽ അത് മൗനാനുവാദമാണേലും യവന്റെ കഴുപ്പിനെ ഞാൻ കബന്ധമാക്കും നബിയെ. ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഹാത്തിബിന് പറയാനുള്ളത് പറയട്ടെ. കണ്ടോ കാരുണ്യവാനായ നബി തങ്ങളെ ഒറ്റുകൊടുത്തവരോട് പോലും പൊന്നാര നബി തങ്ങളെ കാണിച്ച നിലപാട് കണ്ടോടാ. എവിടാടാ നമ്മുടെ ഹബീബില് തീവ്രവാദം ഇരിക്കുന്നത്? എവിടാടാ നമ്മുടെ ഹബീബില് വർഗീയവാദം ഇരിക്കുന്നത്? നമ്മുടെ ഹബീബ് സ്നേഹത്തിന്റെ പ്രതീകമല്ലേ? കാരുണ്യത്തിന്റെ ഔദാര്യത്തിന്റെ പ്രതീകമല്ലേ? നബി തങ്ങൾ ഹാത്തിബിനോട് പറഞ്ഞു, മോനെ നിനക്ക് പറയാനുള്ളത് പറ. ആ സമയത്ത് ഹാത്തിബ് ബിൻ അബീ ബൽത പറയുകയാണ്, യാ റസൂലല്ലാഹ് വമാ ഫഅൽതു ദാലിക കുഫ്റാ. ഞാൻ കാഫിറായി ചെയ്തതല്ല നബിയേ, ഞാൻ കുഫാരിങ്ങളോട് താതാപ്യം പുലർത്തിക്കൊണ്ട് ഞാൻ ചെയ്തതല്ല നബിയേ. പിന്നെ എന്തിന് നീ അത് ചെയ്തു? രഹസ്യം നീ എന്തിനാണ് പരസ്യപ്പെടുത്തിയത്? എന്തിനാണ് ചാരപ്പണി നടത്തിയത്? ആ സമയത്ത് ഹാത്തിബ് ബിൻ അബീ ബൽത പറഞ്ഞതെന്തെന്നറിയോ? നബിയെ, അങ്ങയോടൊപ്പം മക്കയിൽ നിന്ന് വന്ന എന്നെ പോലുള്ള ആളുകളുണ്ടല്ലോ, അവർക്ക് മക്കയിൽ ഒരുപാട് സ്വത്തും പുരയിടവും എല്ലാം ഉണ്ട്. അതിനൊക്കെ അവർക്ക് അവിടെ ബന്ധുക്കളുമുണ്ട്, അവർ സംരക്ഷിക്കുന്നുമുണ്ട്. പക്ഷെ അങ്ങയോടൊപ്പം ഞാനും വന്നു മക്കയിൽ നിന്ന്. പക്ഷെ എനിക്കവിടെ കുറെ സമ്പത്തുണ്ട്, എനിക്കവിടെ ആരും ബന്ധുക്കളില്ല. അതെല്ലാം മറ്റുള്ളവർ മോട്ടിച്ചെടുക്കുമെന്ന് ഞാൻ ഭയന്നു, അതെല്ലാം അന്യാധീനപ്പെട്ടു പോകുമെന്ന് ഞാൻ ഭയന്നു. അതുകൊണ്ടാണ് നബിയെ, അങ്ങയുടെ ചില ഇടപെടലുകൾ ഒരു സൂചന ഞാൻ അവിടെ കൊടുത്താൽ അവർക്ക് എന്നോട് അനുകമ്പ തോന്നിയിട്ട് എന്റെ സമ്പത്ത് അവർ കൊള്ളയടിക്കില്ല. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത് നബിയെ. അല്ലാതെ വമാ ഫഅൽതു ദാലിക കുഫ്റാ, ഒരിക്കലും ഞാൻ കാഫിരീങ്ങളിൽ പെട്ടുകൊണ്ട് അങ്ങനെ ചെയ്തതല്ല. ആ സമയത്ത് പൊന്നാര നബിതങ്ങൾക്ക് ക്ഷീണം വരികയാ, നബിതങ്ങൾ തലകുനിക്കുകയാ. വിണ്ണിൽ നിന്ന് മണ്ണിലേക്ക് റൂഹുൽ അമീൻ ഇറങ്ങുകയാ, നെറ്റിത്തടം ഇങ്ങനെ വിയർത്തൊലിക്കുകയാ. നബിയേ, നബിയേ, ലാ തജിദു ഖൗമൻ യുമിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിരി യുവാദൂന മൻ ഹദ്ദല്ലാഹു വറസൂലഹു. ഈമാനുള്ള ആളുകൾക്ക് അല്ലാഹുവിന്റെ ശത്രുക്കളോട് രാജിയാകാൻ, പൊന്നാര നബി തങ്ങളുടെ ശത്രുക്കളോട് രാജിയാകാൻ കഴിയില്ല നബിയെ. അവനെ പശ്ചാത്തപിച്ച് മടങ്ങാൻ പറയൂ നബിയെ. സഹോദരങ്ങളെ, ചിന്തിച്ചു നോക്ക്, പ്രിയപ്പെട്ടവരെ ചിന്തിച്ചു നോക്ക്. ഇന്ന് സമുദായത്തിനെ ഒറ്റുകൊടുക്കുന്നവര്, ഇസ്ലാമിനെ പറയിപ്പിച്ച് മറ്റുള്ളവർക്ക് ഒറ്റുകൊടുക്കുന്നവരുണ്ടെങ്കിൽ അവരെ കാലുകൂർപ്പിച്ച് കേൾക്കട്ടെ. അല്ലാഹുവിന്റെ മലായികത്തുകളും മരണസമയത്ത് വരില്ലടാ, നിന്റെ കാതിൽ മന്ത്രിക്കില്ലടാ. യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജി ഇലാ റബ്ബികി റാദിയതൻ മർദിയാ. അല്ലാഹുവിന്റെ മലക്കുകളും മരണസമയത്ത് ഇറങ്ങി വന്ന്, നീ പരിശുദ്ധമായ ആത്മാവിന്റെ ഉടമയാണ്, അല്ലാഹുവിനെ തൃപ്തിപ്പെട്ടും
മടങ്ങിയും നീ തൃപ്തിപ്പെട്ട് അല്ലാഹുവിങ്കലേക്ക് പറന്നുയരൂ എന്ന് പറഞ്ഞ് കൂജയിൽ നിന്ന് വെള്ളമൊലിക്കുമ്പോൾ നമ്മുടെ റൂഹങ്ങ് പറന്നു പോകണ്ടേ? അതുകൊണ്ട് ഈമാനും അമലു സ്വാലിഹാത്തും ഉള്ളതിനോടൊപ്പം അല്ലാഹുവിന്റെ ശത്രുക്കളോട് ഒരിക്കലും നമ്മൾ ഈമാനിന്റെ വിഷയത്തിൽ ശരീഅത്തിന്റെ വിഷയത്തിൽ രാജിയാകല്ലേ. അത് മന്ത്രിയായാലും ശരി, തന്ത്രിയായാലും ശരി, എംഎൽഎ ആയാലും ശരി, ആരായാലും ശരി. എങ്കിൽ മരണസമയത്ത് മലക്ക് വരില്ല. ഇത് ഖുർആനാണ് ഞാൻ ഈ പറഞ്ഞത്. അല്ലാഹു നമുക്ക് മനസ്സിലാക്കാനുള്ള തൗഫീക്ക് തരട്ടെ. മരിക്കുന്ന സമയത്ത് വരണം എന്റെ സഹോദരങ്ങളെ, മലായിക്കത്തുകൾ വരണം, കടന്നു വന്നിട്ട് പറയണം അല്ലാഹുവിന്റെ അടിമയെ, പരിശുദ്ധമായ റൂഹിന്റെ ഉടമയെ, ഇറങ്ങിപ്പൊക്കോ പടച്ചവരിലേക്ക്, അവൻ നിന്നിൽ തൃപ്തനാണ്, നീയും തൃപ്തിപ്പെടണം എന്ന് പറയുന്ന അവസ്ഥയിൽ നമുക്ക് മരിക്കണം. നമ്പർ 1 വിശുദ്ധ ഖുർആൻ പറഞ്ഞ ഒന്നാമത്തെ, അതിന് 3 ചെയ്യണം. അല്ലാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇനി രണ്ടാമത്തെ നമുക്ക് സത്യം പറഞ്ഞാൽ ഇനി അരമണിക്കൂറേ ഉള്ളൂ, 2 മണിക്കൂറാവാൻ. നമുക്ക് കൃത്യമായ സമയം നോക്കണമെങ്കിൽ അരമണിക്കൂറേ ഉള്ളൂ. കാരണം അരമണിക്കൂർ 3/4 മണിക്കൂറാകുമ്പോ 2 മണിക്കൂറാവും. പക്ഷെ ഇൻഷാ അല്ലാഹ് ബഹുമാനപ്പെട്ട മാണിയൂർ ഉസ്താദ് നമ്മുടെ സദസ്സിൽ എത്തുമ്പോ ഞാൻ സദസ്സ് ഉസ്താദിന് വേണ്ടി വഴിമാറും. അല്ലാഹു നമുക്ക് മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. ഒരുപാട് പഠിക്കലല്ല, പഠിച്ചത് നമുക്ക് പ്രവർത്തിക്കാൻ കഴിയും. ഇനി രണ്ടാമത്തെ മരണം നമുക്ക് ആഗ്രഹിക്കാൻ പാടില്ലാത്ത, അങ്ങനെ കിട്ടല്ലേ എന്ന് ആഗ്രഹിക്കേണ്ട മരണം, അത് പറയാം. എല്ലാം നല്ല മരണം പറഞ്ഞാൽ മോശമായ ചില മരണങ്ങൾ പറയാതെ പോയാൽ അത് നമുക്കൊരു പക്ഷേ ഒരു ഏകപക്ഷീയമായി പോകും. നമ്മൾ മരിക്കേണ്ടത് ഇങ്ങനെയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും പരിപൂർണ സംതൃപ്തിയോടുകൂടി മരിക്കണം. അങ്ങനെ മരണപ്പെട്ട ആളുകൾ ഈ ലോകത്ത് ഞാൻ ചില മഹാന്മാരെ പറ്റിയിട്ട് കേട്ടിട്ടുണ്ട്. അവരൊക്കെ മരിക്കുന്ന സമയത്തിന് തൊട്ട് മുമ്പ് തന്നെ ഞാൻ എപ്പോഴും ഇങ്ങനെ അത്തിപ്പറ്റ എന്ന് പറയുന്നത് എന്റെ വായിൽ പാതേ വരുള്ളൂ. കാരണം സഹോദരങ്ങളെ, നമ്മളുടെയൊക്കെ സദസ്സിലേക്ക് ഇറങ്ങി പിൻപറ്റപ്പെടാൻ പറ്റിയൊരു പണ്ഡിത. എന്റെ പ്രവർത്തികളെ നിങ്ങൾ ആരും അമൽ ചെയ്യാൻ നോക്കണ്ട, നമ്മൾ രണ്ടുപേരും എങ്ങും എത്തൂല. ഞാൻ പറഞ്ഞത് നമ്മളൊക്കെ അല്ല നന്നാക്കി തരട്ടെ. ഞാൻ പറഞ്ഞത് അത്തിപ്പറ്റ ഉസ്താദിനെയൊക്കെ നോക്കിയിട്ട് നമ്മൾ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയാൽ സഹോദരങ്ങളെ നമുക്ക് അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്ക് എത്താൻ കഴിയും. വലിയെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നമ്മൾ ഒരുപക്ഷെ ഈ മഹാന് നമ്മൾ കണ്ടിട്ടുണ്ടാവൂല, അല്ലേ? ബഷീർ സാഹിബ് പോയാ പരിപാടി എന്താ? ശരി, എപ്പോഴാ ഉസ്താദ്? എവിടെ എത്തി? ഇൻഷാ അല്ലാഹ് നമുക്ക് ഈ മഹാൻ എത്ര വർഷമാവും? നൂറ്റാണ്ടുകൾ പഴക്കമുണ്ടല്ലോ, നൂറ്റാണ്ടുകൾ പഴക്കമുണ്ട്. നമ്മളത് കണ്ടിട്ടുണ്ടാവൂല. വലിയെന്ന് പറഞ്ഞാൽ ഇദാ റൂഉ ദക്കറല്ലാഹ്, അവരെ കണ്ടാൽ നമുക്ക് അല്ലാഹയെ ഓർമ്മ വരണം. അതാണ് വലി. നമ്മൾ അവരെ കണ്ടാൽ നമുക്ക് പെട്ടെന്ന് അല്ലാഹയെ ഓർമ്മ വരണം. ഒരു അരമണിക്കൂർ കഴിയട്ടെ, നിങ്ങൾക്ക് മുമ്പിൽ ഒരാൾ വരും, നിങ്ങൾ നോക്ക്, പടച്ചോനെ ഓർമ്മ വരും, അല്ലാഹയെ ഒന്ന് ഓർമ്മ വരും. മുഖത്തേക്കൊന്ന് നോക്കിയാൽ അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കട്ടെ. നമുക്കും അതുപോലെ വിലായത്തിന്റെ പദവിയിൽ എത്തിച്ചേരാൻ അല്ലാഹു ഭാഗ്യം തരട്ടെ. സഹോദരങ്ങളെ, അതുകൊണ്ട് രണ്ടാമത്തെ മരണം, ഖുർആൻ പറഞ്ഞ രണ്ടാമത്തെ മരണം മറന്നുപോകരുത്. ഒന്നാമത്തെ മരണം അങ്ങോട്ടും ഇങ്ങോട്ടും സംതൃപ്തമായിട്ട് മരിക്കണം. അതിന് നമ്മൾ ചെയ്യേണ്ടത് ഈമാനും അമലു സ്വാലിഹും പരിശുദ്ധമായ ശരീഅത്തിന്റെ സംരക്ഷണവുമാണ്. അല്ലാത്തവരോട് നമുക്ക് ഒരിക്കലും രാജിയാകാൻ, യോജിക്കാൻ നമുക്ക് കഴിയരുത്. ഒരു കാരണവശാലും നമുക്ക് യോജിക്കാൻ കഴിയരുത്. ഇനി ഏറ്റവും മോശമായ ഒരു മരണത്തെ പറ്റിയാണ് അള്ളാഹു പറയുന്നത്. അതേത് മരണം? അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ, ആ ഖുർആനിലെ സൂറത്തുൽ ദുഖാനിലൂടെ അല്ലാഹു പറയുകയാണ്, ചില ആളുകളുടെ മരണമുണ്ട്. ആ മരണത്തിന്റെ പ്രത്യേകത എന്തെന്നറിയോ? ഫമാ ബകത അലൈഹിമുസ് സമാഉ വൽ അർദ് വമാ കാനൂ മുൻളരീൻ.
അല്ലാഹു പറയുകയാണ് ഫമാ ബകത് അലൈഹിമുസ് സമാഉ വൽ അർദ് വമാ കാനൂ മുള്ളരീൻ. സഹോദരങ്ങളെ, ചിലര് മരിക്കുമ്പോ ഞാൻ മരിച്ചാൽ എന്റെ ഭാര്യ കരഞ്ഞത് കൊണ്ട് എനിക്ക് എന്ത് നേട്ടമാണ്, എന്റെ മക്കള് കരഞ്ഞത് കൊണ്ട് എനിക്ക് എന്ത് നേട്ടമാണ്, എന്റെ ആളുകൾ എന്റെ കൂട്ടുകാര് കരഞ്ഞത് കൊണ്ട് എനിക്ക് എന്ത് നേട്ടമാണ്. കരയേണ്ടതേതെന്നറിയോ? മഹാനായ ഈ ശൈഖിന്റെ ചാരത്ത് അണിനിരന്നവരെ നിങ്ങളോട് ഞാൻ പറയുകയാ, മരിക്കുന്ന സമയത്ത് കരയേണ്ടത് ഭാര്യയല്ല, മക്കളല്ല, കൂട്ടുകാരല്ല, പാർട്ടിക്കാരല്ല, സംഘടനക്കാരല്ല. മരിക്കുന്ന സമയത്ത് കരയേണ്ടതാരാ? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ തന്നെ പറയുകയാണ്, ഫമാ ബകത് അലൈഹിമുസ് സമാഉ വൽ അർദ്. ആകാശഭൂമികൾ ചില ആളുകൾക്ക് വേണ്ടി കരയാറില്ല, ആകാശഭൂമികൾ ചില മരണങ്ങൾ കണ്ടിട്ട് കരയാറില്ല. സഹോദരങ്ങളെ, നമ്മൾ മരിച്ചാൽ കരയേണ്ടത് ആകാശമാണ്, നമ്മൾ മരിച്ചാൽ കരയേണ്ടത് ഭൂമിയാണ്. നമസ്കരിക്കുന്നവന്റെ നിസ്കാര കുപ്പായ കരയുമെന്നാണ്. അല്ലാഹുവേ, ഇന്നലെ വരെ എന്റെ പുറത്തായി അവന് സുജൂദ് ചെയ്തത്, ഇന്നലെ വരെ എന്റെ പുറത്താണ് അവന് സുജൂദ് റുകൂ ചെയ്തത്. അല്ലാഹുവേ, ഖുർആൻ പറയുമത്രേ, പടച്ചവനെ എന്നെ എന്നും എടുത്ത് പെരുമാറിയവനാണ്, എന്നെ ഒരു ദിവസം പോലും അവന് നിലത്ത് വെച്ചിട്ടില്ല, ഓരോ വഖത്തിലും എന്നെ എടുത്തിട്ടവനെ ഓടിയവനാണ്. തസ്ബീഹ് മാല പറയും ചെറുപ്പക്കാരാ, നിങ്ങളുടെ വിരലുകളിൽ തിരികിയിരിക്കുന്ന കൗണ്ടറുകൾ പറയും എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, എന്താണ് പറയുന്നത്? ഇന്നിതാ എന്നെ ചൊല്ലാൻ, എന്റെ കണക്കെടുക്കാൻ ഇന്ന് എവനില്ലല്ലോ. മരിക്കുന്ന സമയത്ത് കരയേണ്ടത് ഭാര്യയല്ല ഭർത്താവ്, ഭർത്താവല്ല പെണ്ണേ, മക്കളല്ല മാതാപിതാക്കളെ, മാതാപിതാക്കളല്ല മക്കളെ. ആരാണ് കരയേണ്ടതെന്നറിയോ? പ്രവിശാലമായ ആകാശം കരയണം, പച്ചപ്പട്ട് വിരിച്ചതുപോലുള്ള ഭൂമി കരയണം. എന്തുകൊണ്ടെന്നറിയോ? നമ്മുടെ നമസ്കാരത്തിന്, നമ്മുടെ അമലുകൾക്ക്, നമ്മുടെ ഇബാദത്തുകൾക്ക്, നമ്മുടെ സുഹൃതങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുള്ള സർവ്വതും കരയണം നമുക്ക് വേണ്ടിയിട്ട്. അങ്ങനെ കരയുന്നവരാ സഹോദരങ്ങളെ ഏറ്റവും നല്ല മനുഷ്യർ. എന്നാ ചില ആളുകൾ മരിക്കുമ്പോ അവർക്ക് വേണ്ടി ആകാശം കരയൂല, അവർക്ക് വേണ്ടി ഭൂമി കരയൂല. സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവിന്റെ തിരുദൂതര് പറയുകയാണ്, അനസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന തുർമുദി രേഖപ്പെടുത്തിയ ഹദീസാണ്. പൊന്നാര നബി തങ്ങൾ പറയുകയാണ്, ആദരവായ റസൂലുള്ളാഹി പറയുകയാണ്, മാമിന മുഅ്മിനിൻ ഇല്ലാ വലഹു ബാബാ, മാമിൻ മുഅ്മിനിൻ ഇല്ലാ വലഹു ബാബാ. ആകാശത്തിൽ എനിക്ക് രണ്ട് വാതിലുകൾ ഉണ്ടെന്നാണ്. മാനിക്കോ തുറൂസിന് വന്ന ആയിരക്കണക്കിന് ആളുകൾക്ക് അവരുടെ ആകാശത്തിൽ ഈ രണ്ട് വാതിലുകൾ ഉണ്ടെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ഈ രണ്ട് വാതിലുകൾ എനിക്കുണ്ട്, നിങ്ങൾക്കുണ്ട്. സഹോദരങ്ങള്, നമുക്കുള്ള വാതായനങ്ങളെ നമ്മൾ അറിയാതെ പോകുകയാണ്. ഈ രണ്ട് വാതിൽ എല്ലാവർക്കും ഉണ്ടെന്നാ. എന്താണ് വാതിലിന്റെ പ്രത്യേകത എന്നറിയോ? നബി തങ്ങൾ പറയുന്നു, ബാബുനി യസ്ഉദു മിൻഹു അമലുഹു. ഒരു വാതിലൂടെയാണ് നമ്മുടെ സൽക്കർമ്മങ്ങൾ കയറി പോകുന്നത്. ഇത് സ്വഹീഹായ ഹദീസാണ്, ഇത് സ്വീകാര്യമായ ഹദീസാണ്. ഓരോരുത്തർക്കും ഈ രണ്ട് വാതിലുകൾ അല്ലാഹുവിന്റെ ആകാശത്തിലുണ്ട്. പെങ്ങളെ, നിങ്ങൾക്കും ഈ രണ്ട് വാതിലുണ്ട്. ഈ ഭൂമി ലോകത്ത് എത്ര കോടി ജനങ്ങളാണ്, ഓരോരുത്തർക്കും ഈ രണ്ട് വാതിൽ ആകാശത്തിലുണ്ടെങ്കിൽ ആകാശത്തിന്റെ വലിപ്പം എത്ര വലുതാണ്. സഹോദരങ്ങളെ, രണ്ട് വാതിലുകളിൽ ഒന്നിലൂടെയാണ് നമ്മുടെ സുഹൃതങ്ങൾ കയറി പോകുന്നത്, നമ്മുടെ സൽക്കർമ്മങ്ങൾ കയറി പോകുന്നത്. ഇനി മറ്റൊരു വാതിലുണ്ട്. ആ വാതിലിന്റെ പ്രത്യേകത എന്താ? യൻസിലു മിൻഹു റിസ്ഖുഹു. നമ്മുടെ ഭക്ഷണം ഇറങ്ങി വരുന്നത് അതിലൂടെയാണ്. നമ്മൾക്ക് പാചകം ചെയ്തിരുന്ന ഭാര്യയാണ്, അതല്ലെങ്കിൽ
ഏറ്റവും നല്ല ഒരു കുക്കാണ്, അതല്ലെങ്കിൽ ഹോട്ടലിലെ പണ്ടാരിയാണ്. ഇല്ല ഇല്ല, നമ്മൾ എന്ത് കഴിച്ചാലും ഒരു ഗ്ലാസ് പച്ചവെള്ളം കുടിച്ചാലും ആകാശത്തിൽ നിന്ന് ഒരു വാതിലൂടെ താഴോട്ട് വരുന്ന ഭക്ഷണമാണ്. എന്റെ പൊന്നുമോനെ, ആകാശത്തിന്റെ വാതിലുകളിൽ ഒന്നിലൂടെ അമല് കയറിയിട്ട് ഒന്നിലൂടെ ഭക്ഷണം ഇറങ്ങി വരുമെന്ന് പറഞ്ഞിട്ട് നബി പറയുകയാണ്, ഇതാ മാതാ, യവനങ്ങ് മരിച്ചു പോയാലോ, യവനങ്ങ് മരണപ്പെട്ടു പോയാലോ, ഈ ആകാശത്തിന്റെ രണ്ട് വാതിലുകളും യവന് വേണ്ടി കരയുമെന്നാണ്. അല്ലാഹുവേ, ഇനി എന്നിലൂടെ അമല് കയറൂലല്ലോ, പടച്ചവനെ എന്നിലൂടെ ഭക്ഷണം താഴോട്ട് പോകൂലല്ലോ അല്ലാ. സഹോദരിമാരെ, നമുക്ക് രണ്ട് വാതിലുണ്ട്. ഈ വാതിലുകൾ നമുക്ക് വേണ്ടി കരയണം. നമ്മൾ മരിച്ചാൽ അതിന് നമുക്ക് കയറി പോകാൻ അമലുണ്ടാകണം. ഇറങ്ങി വരാൻ ഭക്ഷണമുണ്ട്, കയറി പോകാൻ അമലും കൂടി വേണം. എങ്കിലേ രണ്ട് വാതിൽ കരയോ, അല്ലാതെ ഒറ്റ വാതിൽ കരഞ്ഞിട്ട് കാര്യമില്ല. ഒരു വാതിലും മാത്രം കരയുകയുമില്ല, രണ്ട് വാതിലും കരയണേ. നീ മരിക്കുമ്പോ അതിന് നിനക്ക് കയറ്റിവിടാൻ ദിവസവും അമലുകൾ വേണം. ഇന്നത്തെ ഈ സമയം ഇത്രയുമായിട്ട് ഒരു സ്വലാത്ത് ചെല്ലാത്തവനുണ്ടെങ്കിൽ, ഒരു വഖത്ത് നിസ്കാരമില്ലാത്തവനുണ്ടെങ്കിൽ, ഈ അനുഗ്രഹീത സദസ്സിൽ വന്നിരിക്കുന്ന പുണ്യമല്ലാതെ ഇന്ന് ഇത്രയും നേരമായിട്ടൊരു പുണ്യം ചെയ്യാത്തവനുണ്ടെങ്കിൽ, ഇന്ന് എന്ത് അമലാണോ നിന്നിൽ നിന്ന് കയറിപ്പോയത്? ഇന്ന് ആകാശത്തിലൂടെ ഏത് അമലാണ് കയറിപ്പോയത്? ഇന്ന് നിന്റെ അമൽ ആകാശത്തിലെ അതിലൂടെ കയറിപ്പോകാനില്ല. ഞാൻ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഹദീസിലൂടെ, തിരുവചനത്തിലൂടെ നബി തങ്ങൾ ഓർമ്മപ്പെടുത്തുകയാ, നീ മരിക്കുമ്പോ നിനക്ക് വേണ്ടി കരയാൻ ആകാശമുണ്ടാകില്ല. സയ്യിദ് ഇബ്നു മുആദ് റളിയല്ലാഹു തആല അൻഹു മരണപ്പെടുമ്പോ ആകാശ കരഞ്ഞില്ലേ, ആകാശ കരഞ്ഞില്ലേ? ഒരു വിശ്വാസി മരണപ്പെടുമ്പോ 40 ദിവസം അമലുകൾ ഉണ്ടെങ്കിൽ ആകാശം കരയുമെന്നാണ്. 40 ദിവസം ആകാശം കരയുമെന്നാണ്, ഭൂമി കരയുമെന്നാണ്. കാണാൻ കണ്ണുകൾ നമുക്കില്ല, കേൾക്കാൻ കാതുകൾ നമുക്കല്ല തന്നിട്ടില്ല. ഞാൻ മരിച്ചാൽ ജീവിതത്തിൽ ഞാൻ ഈ പാതിരാത്രി ഉറക്കമുളച്ച് നിങ്ങളോട് വാതുറന്ന് വലിച്ചു കീറി തൊണ്ട പൊട്ടി പ്രസംഗിക്കുന്ന എനിക്കുള്ള അമലാണ് ഈ അമല്. സഹോദരങ്ങളെ, ഈ അമലിന്റെ പേരിൽ ഞാൻ മരിച്ചാൽ ആകാശം 40 ദിവസം കരയുമെന്നാണ്. കർബലയിൽ വെച്ച് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ കൊന്നുകളഞ്ഞപ്പോ ആകാശം ചോര മഴ പെയ്യിപ്പിച്ചെന്നല്ലേ, ആകാശം ചോര മഴ പെയ്യിപ്പിച്ചെന്നല്ലേ? നബി തങ്ങൾ സുജൂദിൽ കിടക്കുമ്പോ തോളപ്പ് കയറിയിരുന്ന ഹസനെ ഹുസൈനെ അതിൽ ഒരാളെ കർബലയിൽ വെച്ച് കൊന്നുകളഞ്ഞപ്പോ എന്റെ പൊന്നാര ഹബീബ് സുജൂദിൽ നിന്ന് തല ഉയർത്താത്തത് തന്റെ പൊന്നുമോള് ഫാത്തിമയുടെ പൊന്നുമക്കള് തോളപ്പിരുന്ന് കളിക്കുകയാ. അവർക്കറിയില്ലല്ലോ നിസ്കാരമാണെന്ന്. ആ സമയത്ത് പൊന്നാര നബി തങ്ങൾ മണിക്കൂറുകളോളം സുജൂദിൽ കിടന്നു. എന്തുകൊണ്ടെന്നറിയോ? ഞാൻ തല ഉയർത്തിയാൽ എന്റെ പേരമക്കൾ നിലത്തു വീണാൽ അവർക്ക് എന്തെങ്കിലും അപകടം പറ്റിയാലോ എന്ന് കരുതിയിട്ട് സുജൂദിലും മണിക്കൂറുകളോളം കിടന്ന് പുറത്ത് കയറിയിരുന്ന് കളിക്കുന്ന മക്കൾ നിലത്തിറങ്ങി ഓടി മാറിയിട്ടാണ് പൊന്നാര നബി തങ്ങൾ തല ഉയർത്തിയെന്ന് ഹദീസിലില്ലേ? ആ ഹുസൈൻ തങ്ങൾ ഈ ലോകത്ത് നിന്ന് വിട പറയാതെ പോകുന്ന സമയത്ത്, ആ മഹാനുഭാവനെ കൊല്ലുന്ന നേരത്ത്, സഹോദരങ്ങളെ, ആകാശത്തിൽ നിന്ന് രക്തത്തിന്റെ ചുവന്ന മഴ പോലെ പെയ്തെന്നല്ലേ? നമ്മൾ മരിക്കുമ്പോ കരയേണ്ടത് നമ്മുടെ നിസ്കാര കുപ്പായമാണ്. ഈ മാണിക്കോത്തു പള്ളി കരയണം മുസ്ലിമേ, അതിഞ്ഞാൽ പള്ളി കരയണം മുസ്ലിമേ, പൂച്ചക്കാട് പള്ളി കരയണം മുസ്ലിമേ, എന്റെ പൊന്നുമോനെ ചിറ്റാരി പള്ളി കരയണം. ഈ പള്ളികൾ എവിടെയൊക്കെയുണ്ടോ നമ്മൾ അറിഞ്ഞിട്ടുള്ളതും അറിയാത്തതുമായി യാദൃച്ഛികമായും നമ്മളെ കയറി നിസ്കരിച്ചിട്ടുള്ള സകല പള്ളികളും അല്ലാഹുവേ പൊട്ടി പൊട്ടി കരയേണ്ടത് നമ്മുടെ മരണത്തെ ഓർത്തുകൊണ്ടാകണം. ഭാര്യ കരഞ്ഞിട്ട് കാര്യമില്ല, മക്കള് കരഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് നമുക്ക് വേണ്ടി കരയേണ്ടത്
ആകാശഭൂമികളാണ്. സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു നേരത്തെ മരണമറിഞ്ഞ മനുഷ്യനാണ്. ഒരു ദിവസം മഹാനവറുകൾ ഭാര്യയുടെ അടുത്ത് വന്നിട്ട് ഒരു ചെറിയ പൊതി കയ്യിൽ കൊടുത്തിട്ട് സൽമാനുൽ ഫാരിസി തങ്ങൾ പറഞ്ഞു, പൊന്നുമോളെ തുറന്നു നോക്കരുത്, തുറന്നു നോക്കല്ലേ, ഞാൻ ചോദിക്കുമ്പോ തിരികെ തരണമെന്ന് പറഞ്ഞു. സൽമാനുൽ ഫാരിസി റളിയല്ലാഹു തആല അൻഹു അതിനുശേഷം കുറെ നാളുകൾ കഴിഞ്ഞിട്ട് ഭാര്യയോട് ചോദിച്ചു, പെണ്ണേ, ഞാൻ നിന്റെ കയ്യിൽ സൂക്ഷിക്കാൻ തന്ന പൊതി എവിടെ? അവര് ഭദ്രമായി വെച്ചിരുന്ന ഭാഗത്ത് നിന്നെടുത്ത് കയ്യിൽ കൊണ്ടു കൊടുക്കുകയാ. മഹദിയുടെ കയ്യിൽ നിന്ന് വാങ്ങിയ സൽമാനുൽ ഫാരിസി തങ്ങൾ അത് എന്താണെന്നറിയാൻ ഭാര്യ ജിജ്ഞാസയോടെ നോക്കി നിൽക്കുമ്പോ അത് കൈവെള്ളയിൽ വെച്ചതിന്റെ പൊതി അടിക്കുകയാണ്. വേറെ ഒന്നുമല്ല, കസ്തൂരിയാണ്. നല്ല മണമുള്ള വില കൂടിയ കസ്തൂരിയാണ്. ആ കസ്തൂരി കുറച്ച് വെള്ളം ചേർത്തിട്ട് റൂം മുഴുവനും പുരട്ടുകയാ, റൂമിനകത്ത് നിറച്ച് പൂശുകയാ. എന്തോരു മണമാണ്, എന്തോരു മണം. മനുഷ്യന്റെ നാസ്വാദ്വാരത്തിലൂടെ അതടിച്ചു കയറിയാൽ മനുഷ്യന്റെ തലച്ചോറിന് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. അത്ര അസ്വാദ്യമുള്ള മണമാണ്. ആ മണം ഇങ്ങനെ അടിച്ചു വീശിയപ്പോൾ ഭർത്താവ് സൽമാനുൽ ഫാരിസി തങ്ങൾ തന്റെ ഭാര്യയോട് പറഞ്ഞു, പെണ്ണേ, ഇനി കുറച്ചു നേരത്തേക്ക് നീ ഇവിടെ വരരുത്, ഇനി കുറച്ചു നേരത്തേക്ക് നീ ഇവിടെ വരരുത്. എന്താണെന്ന് ചോദിക്കുമ്പോ പറഞ്ഞു, എന്നെ കാണാൻ ഒരാള് വരുന്നുണ്ട്, അത് എന്നെ കാണാനാണ്, നിന്നെ കാണാനല്ല. അനുസരണയുള്ള അതബുള്ള മര്യാദയുള്ള ഭാര്യ അടുക്കളയിൽ ഒതുങ്ങി നിന്നോ, കുറെ സമയം കഴിഞ്ഞിട്ടും ആരും വരുന്നില്ല. എന്റെ ഭർത്താവിനെ പറ്റിച്ചതാണോ എന്നറിയാൻ ഓടി അടുത്തേക്ക് വന്ന് റൂമിനകത്തേക്ക് നോക്കുമ്പോ ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. മഹാനവറുകളും മരണപ്പെട്ട് കിടക്കുകയാണ്. ആരും കാണാതിരിക്കാൻ എന്നെ കാണാനാണ് വരുന്നതെന്ന് പറഞ്ഞ, എന്നെ മാത്രം കാണാനാണ് വരുന്നതെന്ന് പറഞ്ഞ ആ തുതിയാരെന്നറിയോ? ഖാബിലുൽ അർവാഹ് മലക്കുൽ മൗത്ത് അസ്റായീൽ. അതിനു മുമ്പ് സഹോദരങ്ങളെ, റൂം പ്രകാശപൂരിതമാണ്, റൂം സുഗന്ധപൂരിതമാണ്. മലക്കിനെ സ്വീകരിക്കാൻ വേണ്ടി കാത്തു നിൽക്കുന്ന സൽമാൻ തങ്ങളുടെ മുമ്പ് മലക്കുൽ മൗത്ത് കടന്നു വന്നപ്പോഴീ അവസ്ഥയായിരിക്കില്ലേ? ആ റൂം പൊട്ടിക്കരഞ്ഞിട്ടുണ്ടാകില്ലേ? സഹോദരങ്ങളെ, നമ്മൾ മരിക്കുമ്പോൾ കരയാനുള്ള നമ്മുടെ ഭവനമാണ്. എത്ര പേജാണ് ആ വീട്ടിൽ നിന്ന് ഖുർആൻ ഓതിയത്, എത്ര നോമ്പാണ് ആ വീട്ടിൽ നിന്ന് നമ്മൾ മുറിച്ചത്, എത്ര റക്അത്താണ് സുന്നത്ത് നിസ്കാരം അതിനകത്ത് വെച്ച് നിർവഹിച്ചത്. എന്റെ പൊന്നു സഹോദരങ്ങളെ, അതുകൊണ്ട് ജീവിതത്തിൽ നമുക്ക് എന്തെങ്കിലും കയറി പോകാൻ ആകാശത്തിന് ഒരു വാതിലുണ്ട്, അതിൽ അമല് കയറി പോകാൻ ദിവസവും നമ്മൾ അമല് ചെയ്യണം. അല്ലാഹു നമുക്കതിനുള്ള ഭാഗ്യം തരട്ടെ.